هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സലഫി പ്രവർത്തകരെ, സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നാം ഏവരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും നിറഞ്ഞ ഈ കാലത്ത് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് പറയാൻ എളുപ്പമാണെങ്കിലും പ്രായോഗിക തലത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും കടമ്പകളുമുള്ള ഒന്നായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. എങ്കിലും പ്രയാസങ്ങളേറെ സഹിച്ചും ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസാന നിമിഷം വരെയും അവൻ കാത്തു സൂക്ഷിക്കേണ്ട മഹത്തായ ഒരു സ്വഭാവമാണ്. മനുഷ്യനെ ദീനിൽ നിന്നും തെറ്റിച്ച് അവനെ നരകത്തിൻ്റെ വഴിയിലെത്തിക്കുക എന്നത് പിശാചിൻ്റെ അജണ്ടയാണ്. അതിന് തക്കം പാർത്തിരിക്കുന്ന പിശാച് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ എങ്ങനെ നമ്മെ വഴിതെറ്റിക്കാമെന്ന് ഗൗരവപൂർവ്വം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടു തന്നെ നിതാന്ത ജാഗ്രതയും അങ്ങേയറ്റത്തെ ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങേയറ്റത്തെ ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ദീനിൽ പിടിച്ചു നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും എപ്പോൾ മരിക്കുമെന്നും ഏതു നിമിഷമാണ് ഈ ലോകത്തോട് വിട പറയുകയെന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല. സ്വാഭാവികമായും കൊഴിഞ്ഞു വീഴുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ ഓർക്കാതെ ഒരു ദിവസം എനിക്ക് കഴിഞ്ഞു പോയിക്കൂടാ. മരണത്തോടുകൂടി ഞാൻ പരലോകമാകുന്ന കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിതം എത്രമാത്രം സത്യമാണോ അതുപോലെ മരണവും സത്യമാണ്. മരണം എത്രമാത്രം സത്യമാണോ അതുപോലെ സത്യവും യാഥാർത്ഥ്യവുമാണ് മരണാനന്തരമുള്ള ജീവിതവും എന്നുറച്ചു വിശ്വസിക്കേണ്ടവനാണ് ഒരു മുസ്ലിം.
പക്ഷേ ഭൗതിക ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധരായി മാറുകയും നമ്മുടെ ദുനിയാവിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ലക്ഷ്യം തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായ മുഅ്മിൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അയ്യുൽ മുഅ്മിനീന അഫ്ളൽ. അവിടുത്തെ മറുപടി ഖാല അഹ്സനുഹും ഖുലുഖ, ഏറ്റവും ഉത്തമമായ സ്വഭാവമുള്ളവനാകുന്നു എന്നായിരുന്നു പ്രവാചകൻ്റെ മറുപടി. വീണ്ടും ചോദിക്കപ്പെട്ടു അയ്യുൽ മുസ്ലിമീന അഖിയസ്, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനാരാണ്? അപ്പോൾ പ്രവാചകൻ്റെ മറുപടി ഖാല അക്തറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ ഏറ്റവും അധികം ഓർക്കുന്നവനാണോ അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. വഅക്തറുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈകൽ അഖിയാസ്, മരണത്തെ ഓർക്കുക മാത്രമല്ല മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും അധികം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവനാരാണോ അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിയാൽ നമ്മുടെ പരിശ്രമങ്ങൾ ഭൂരിഭാഗവും നമ്മുടെ ദുനിയാവിന് വേണ്ടിയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നാം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ നാം എടുത്തു പരിശോധിച്ചാൽ അതിൽ 90% നമ്മുടെ ദുനിയാവിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഞാൻ എന്തു ചെയ്തു ഇന്ന് മരണാനന്തര ജീവിതത്തിനു വേണ്ടി, എന്തൊരു തയ്യാറെടുപ്പ് ഞാൻ ഇന്ന് നടത്തി എന്ന് ഓരോരുത്തരും സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അതുകൊണ്ട് വമ്പിച്ച മാറ്റമുണ്ടാക്കാൻ അയാൾക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയും മരിക്കണമല്ലോ എന്ന ബോധവുമാണ് നാം ഈ ഭൗതിക ജീവിതത്തോട് നമുക്ക് വിരക്തി ഉണ്ടാക്കി തീർക്കുന്നത്. ഭൗതിക ജീവിതത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം, ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കുവാനുള്ള മനുഷ്യൻ്റെ വല്ലാത്തൊരാഗ്രഹം, അതാണ് പിശാചി എപ്പോഴും വളർത്താൻ ശ്രമിക്കുന്നത്. മരിക്കുമെന്ന ചിന്ത, ലോകം നശ്വരമാണ്, എപ്പോഴും ഈ ലോകം നശിക്കാമെന്ന ചിന്ത മനുഷ്യൻ എടുത്തു മാറ്റുകയാണ് പലപ്പോഴും പിശാചി ചെയ്യുന്നത്. ഭൗതിക ജീവിതത്തിൻ്റെ പളപളപ്പുകൾ കാണിച്ച് ഇതുതന്നെയാണ് യഥാർത്ഥ ജീവിതമെന്ന് അവനെ മോഹിപ്പിച്ച് താൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും അതൊന്നും തെറ്റല്ലെന്നും ദുനിയാവിലെ തൻ്റെ പ്രവർത്തനങ്ങളെ അലങ്കൃതമാക്കി കാണിച്ച് പിശാചി നമ്മെ ലക്ഷ്യത്തിൽ നിന്ന് നിമിഷം തോറും തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിൽ താൻ കിടന്ന പായയുടെ പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ നബിയല്ലാഹ് മിൻ ഹാദാ, ഇതിനേക്കാൾ കുറച്ചു നല്ല ഒരു വിരിപ്പ് താങ്കൾ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ് ഉമറെ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചോദ്യത്തെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. ഹദീസിൽ കാണാം, മാമതലി വദ്ദുനിയ ഇല്ലാ കറാക്കിബിൻ, എൻ്റെയും ദുനിയാവിൻ്റെയും ഉദാഹരണം ഒരു യാത്രക്കാരനെ പോലെയാണ്. സാറഫിയോമിൻ സ്വായിഫിൻ ഫസ്തലല്ല തഹത്ത ഷജറത്തിൻ, ഒരു ചൂടുള്ള ദിവസത്തിൽ അയാൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കത്തുന്ന സൂര്യൻ മുകളിൽ, പൊള്ളുന്ന മണൽ താഴെ. അങ്ങനെ ഒരു മരം കണ്ടപ്പോൾ ആ മരത്തിന് താഴെ അയാൾ തണലേൽക്കാൻ വേണ്ടി നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞു തുമ്പ റാഹഫ തറക്കഹ, ആ മരം ഉപേക്ഷിച്ച് വീണ്ടും അയാളുടെ യാത്ര തുടരുകയാണ്. ഇതുപോലെയാണ് ഉമറെ ഞാനും ദുനിയാവും തമ്മിൽ ഉള്ള ബന്ധമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങളിൽ വലിയ വലിയ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ റസൂലുള്ളാഹിക്കും എന്തുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്കൊന്ന് ചെയ്തു കൊടുത്തുകൂടാ എന്ന് സഹാബത്ത് ചിന്തിച്ചപ്പോൾ അവരെ തിരുത്തി കൊടുക്കുകയും ദുനിയാവ് ക്ഷണികമാണ്, നശ്വരമാണ്, ഇതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഇവിടെയാണ് നാം യഥാർത്ഥത്തിൽ എപ്പോഴും നമ്മെ ആത്മപരിശോധന നടത്തേണ്ടത്. നമുക്ക് പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത എന്നും നമ്മുടെ മനസ്സിൽ പച്ചയായി നിലനിൽക്കുന്നുണ്ടോ? ഓരോ ദിവസവും താൻ മരിക്കുമെന്നും
പരലോകമാകുന്ന കവാടത്തിലേക്ക് താൻ ഇന്നു തന്നെ പ്രവേശിക്കാൻ, അടുത്ത നിമിഷം പ്രവേശിക്കാൻ സാധ്യതയുള്ളവനാണെന്നും നമുക്ക് തോന്നാറുണ്ടോ? നാം ചിന്തിക്കാറുണ്ടോ? നാമും നമ്മുടെ കുടുംബവും അതിനെക്കുറിച്ച് അല്പനേരം ആലോചിക്കാറുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, എത്രയോ ആളുകൾ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും പെട്ടവർ നമുക്ക് മരിച്ചു പോകുന്നു. മരണവാർത്ത കേൾക്കുമ്പോൾ നാം മയ്യത്ത് സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാം ഓടി കതച്ചെത്തുന്നു. മയ്യത്ത് കുളിപ്പിക്കാനും ഒരു പക്ഷേ കഫൻ ചെയ്യാനും മയ്യത്തിൻ്റെ കൂടെ പോകാനുമൊക്കെ നാം സഹകരിക്കുന്നു. മയ്യത്ത് മറമാടി പിടിമണ്ണിട്ട് തസ്ബീത്ത് ചൊല്ലി നാം തിരിച്ചു പോരുന്നു. എത്രയോ മരണങ്ങൾ നമ്മെ ദുഃഖിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന്. ഇന്നലെ ഞാനുമായി സംസാരിച്ച ആളാണ്, ഈ കഴിഞ്ഞ അരമണിക്കൂർ ഞാനുമായി സംസാരിച്ചതാണ്. അങ്ങനെ നമ്മൾ അത്ഭുതത്തോടു കൂടി ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത മരണമാണ് സംഭവിച്ചതെന്ന് പറയാറുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ഈ മരണങ്ങളൊക്കെ, ഈ മരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങുന്ന നാം ഓരോരുത്തരും ഈ മരണം എനിക്ക് നൽകുന്ന പാഠം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്പനേരം ഒരു സഹതാപം, ഓ പാവം മരിച്ചുപോയി, ആ മക്കളുടെ സ്ഥിതി എന്താ, അയാളുടെ ഭാര്യയുടെ സ്ഥിതി എന്താണ്, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്ന സഹതാപത്തിൻ്റെ വാക്കുകളോട് കൂടി നാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. നാം അത് മറന്നു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല കാര്യങ്ങളും സുന്നത്താക്കി മരണത്തെ ഓർക്കാൻ. നിങ്ങൾ രോഗിയെ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ്? നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ. രോഗം മരണത്തിനുള്ള ഒരു കാരണമായി മാറും, അതിനെക്കുറിച്ച് ഓർക്കാൻ. അവിടെ വെച്ച് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ താനും രോഗിയാവുമെന്ന് ചിന്തിക്കാൻ. അതുപോലെ നിങ്ങൾ മയ്യത്ത് സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും മയ്യത്തു കട്ടിലിൻ്റെ കൂടെ മരണത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ മൗനമായി പിന്തുടരുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? മരണത്തെ ഓർക്കാൻ, മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഈ 6 കാലുള്ള കട്ടിലിൽ ഞാനും ഒരു ദിവസം പോകേണ്ടി വരുമല്ലോ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാക്കി തീർക്കുവാൻ. അതുപോലെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പഠിപ്പിച്ചു. ഖബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ നാം സലാമിൻ്റെ വചനങ്ങൾ ഹദീസിൽ വന്നതുപോലെ ഉരുവിടാൻ ശ്രമിക്കാറുണ്ട്. വെറുതെ ഒരു ഖബർസ്ഥാൻ അടുത്തുകൂടെ കടന്നു പോകുമ്പോഴും നാം അത് പറയും, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ. ഈ ഖബറുകളിലുള്ള മുഅ്മിനുകളും മുസ്ലിങ്ങളുമായവരെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവരാണ്. ഈ ഖബർസ്ഥാനിലേക്ക് വന്നു ചേരേണ്ട, ഈ ബർസഖി ലോകത്തേക്ക് വന്നു ചേരേണ്ട, ഈ ആഖിറത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് ഞങ്ങളും. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം ലഭിക്കാൻ ഞങ്ങൾ അല്ലാഹുവോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ ആ മനസ്സിൽ തട്ടി ഖബറിനടുത്ത് വെച്ച് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ആ ഒരു ചിന്ത അവനൊരിക്കലും അന്നത്തെ ദിവസമെങ്കിലും മറക്കാൻ കഴിയില്ല. എത്ര ഖബർസ്ഥാനുകൾ നാം കാണുന്നു, മീസാങ്കല്ലുകൾ നാം കാണുന്നു. ഖബർസ്ഥാനുകളിലൂടെ കടന്നു പോകുന്ന സലാമിൻ്റെ വചനങ്ങൾ നാം ഉരുവിടുന്നു. പക്ഷെ നാം ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം സന്ദർഭങ്ങളിൽ ദുനിയാവിൻ്റെ പിന്നിൽ മനുഷ്യന്മാരെല്ലാവരും ഓടിക്കതച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രമേൽ ഓർത്താലും മതിയാകാത്ത ഒരു സംഗതിയാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മുടെ മനസ്സിൽ എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതാകും. തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ നമുക്ക് സാധിക്കും. 2 തരം മരണത്തെക്കുറിച്ച് ഹദീസിൻ്റെ കിതാബുകളിൽ നിന്ന് നാം കേൾക്കുകയും പല ക്ലാസ്സുകളിലും വെച്ച് നാം അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച ആത്മാവിനെ എങ്ങനെയായിരിക്കും മലക്കുകൾ പിടിച്ചെടുക്കുന്നതെന്നും കൊണ്ടുപോകുന്നതെന്നും നാം ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ നഫ്സും ഖബീസ, വൃത്തികെട്ട ഒരാത്മാവ്, നല്ല വലിയ ഒരു പഞ്ഞിക്കെട്ടിനകത്ത് ധാരാളം കണകളുള്ള ഒരു ഇരുമ്പ് തണ്ട്, ആ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും ആ ഇരുമ്പ് തണ്ട് ഊരിയെടുക്കുമ്പോൾ എന്തുമാത്രം ശ്രമകരമാണോ, ആ രീതിയിലായിരിക്കും മലക്കുകൾ വൃത്തികെട്ട മനുഷ്യൻ്റെ ആത്മാവിനെ പുറത്തു ചാടിക്കുന്നത്. മാത്രമല്ല, അവൻ്റെ പുറം ഭാഗവും അവൻ്റെ മുഖത്തുമൊക്കെ അടിച്ചടിച്ചു പാകപ്പെടുത്തി കയ്യോങ്ങി നിൽക്കുന്ന മലക്കുകളുടെ രംഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ നല്ല ആത്മാവാണെങ്കിലോ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ എന്ന് തലക്ക് പുറത്തിരുന്ന് മലക്കുൽ മൗത്ത് പറയുമ്പോൾ, സമാധാനം പ്രാപിച്ച ആത്മാവേ,
ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ, തൃപ്തി അടഞ്ഞുകൊണ്ടും തൃപ്തി നേടിക്കൊണ്ടും നീ നിന്റെ റബ്ബിലേക്ക് പുറപ്പെടുക എന്ന് പറയുമ്പോൾ കൂജയിൽ നിന്നും ജലമൊഴുകി വരുന്നത് പോലെ ആയാസരഹിതമായി കൂടെയുള്ള മലക്കുകളുടെ കൈകളിലേക്ക് റൂഹ് വരുന്നു. സുഗന്ധത്തിൽ പൊതിഞ്ഞ് പ്രശംസകൾ വഹിച്ചുകൊണ്ട് ആകാശലോകത്തേക്ക് പോകുന്നു. എത്ര തവണ കേട്ടതാ ഇതൊക്കെ? ഇതിലേതു മരണമായിരിക്കും എൻ്റേത്? ഞാനതിനു വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് ചെയ്തിട്ടുള്ളത്? സൂറത്തുൽ ഹശറിലെ പലപ്പോഴും നാം കേട്ടിട്ടുള്ളൊരായത്താണ് ഞാൻ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന് തഖ്വയുള്ളവരാകണം, സൂക്ഷിക്കണം, സൂക്ഷ്മതയുള്ളവരാകണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യനും നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വത്തഖുല്ലാഹ്, വീണ്ടും ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സൂറത്തുൽ ഹശറിലെ ഈ ആയത്ത് എല്ലാ ദിവസവും നാളത്തേക്ക് വേണ്ടി ചിന്തിക്കാൻ മുഅ്മിനെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ എന്ത് ഇന്ന് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചു? ഓരോ ദിവസവും നമ്മുടെ ബാലൻസ് ഷീറ്റ് ശരിയാക്കി സ്വയം ആത്മപരിശോധന നടത്തിയിട്ട് ഉറങ്ങാൻ സാധിക്കുക. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ ചിന്തിക്കുക? ഇനിയിപ്പോൾ സുബൈക്ക് എണീറ്റിട്ട് ഇപ്പം ജോലിക്ക് പോകാൻ നാളെ ഇപ്പം എന്തെല്ലാം പണിയുണ്ട് റബ്ബേ, ബാങ്ക് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, എന്താ ഇപ്പം ചെയ്യുക? ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഇപ്പം അലക്കിയത് തീർന്ന് ഇനിയിപ്പോൾ അലക്കണം, നാളെ ഇപ്പോൾ ചോറ് വെക്കണ്ടേ ഞാനാണ്. എന്തെല്ലാം ചിന്തകൾ നാളത്തെക്കുറിച്ച് നമുക്കുള്ള ചിന്ത അതൊക്കെയാണ്. ആ നാളെയെ പറ്റിയല്ല ഈ പറയുന്നത്. നമ്മൾ കിടക്കുമ്പോൾ രാവിലെ മുതൽ ഇന്ന് ഈ കിടക്കുന്ന സമയം വരെ ഞാൻ എൻ്റെ പരലോകത്തിന് വേണ്ടി എന്തൊരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും സ്വയം ഒരു കണക്കെടുപ്പ് നടത്തുക. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിൽ ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണക്കെടുക്കപ്പെടും മുമ്പ് സ്വന്തം വിചാരണ ചെയ്യൂ. വൻദുറു മാദാ ഇദ്ദഖർതും ലിഅൻഫുസികും മിനൽ അഅമാലി സ്വാലിഹ ലിയൗമിൽ മആദ് വഅർളികും അലാ റബ്ബികും, നിങ്ങൾ പരലോകത്തിന് വേണ്ടി നാളെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം സ്വാലിഹായ അമലുകളാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുള്ളത്, ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മുസ്ലിം സ്വയം നാശത്തിലേക്ക് അവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്കെന്താ ഇപ്പം പരിശോധിക്കാൻ, ഞാനൊക്കെ എല്ലാം തികഞ്ഞ ആളല്ലേ, ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ ഇപ്പം ആരാ പോവുക? കാരണം നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത തന്നിഷ്ടക്കാരനും താൻ തോന്നിയുമായി ജീവിക്കുന്ന, പടച്ചവനെ മറന്ന, പരലോകത്തെ മറന്ന ഒരുപാട് മനുഷ്യന്മാരെ അങ്ങുമിങ്ങും നടക്കുമ്പോൾ നാം കാണുന്നു, ഓ അവനേക്കാളൊക്കെ ഞാൻ എത്ര മെച്ചാണ്. ഈ ഒരു ആത്മനിർവൃതി, ഒരു സ്വയം സമാധാനം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ് നമ്മയൊക്കെ പലപ്പോഴും കൂടുതൽ തഖ്വയിലേക്ക് നീങ്ങാൻ തടസ്സപ്പെടുത്തി നിൽക്കുന്നത്. അത് പിശാചിൻ്റെ പണിയാണ്. സ്വന്തത്തെക്കുറിച്ചൊരു മതിപ്പ്, അൽ ഇജാബു ബിൻ നഫ്സ് എന്ന് പറയും അറബിയിൽ. ഞാൻ തിരക്കടില്ല, എനിക്കത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എനിക്കെന്താ ഇപ്പോൾ ഒരു മോശം, ഞാൻ നിസ്കരിക്കണില്ലേ, ഞാൻ നോമ്പെടുക്കണില്ലേ, ഞാൻ സദഖ കൊടുക്കണില്ലേ, ഞാൻ ദീനീ പ്രവർത്തനത്തിന് വരുന്നില്ലേ എന്നൊക്കെ താൻ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് വമ്പിച്ച മതിപ്പും തൻ്റെ തെറ്റുകളെക്കുറിച്ച് അതൊക്കെ ഇപ്പോൾ ആരാ ചെയ്യാത്തത്, അത് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ തെറ്റുകളെക്കുറിച്ച് അത്ര സില്ലിയായിട്ട് അതൊന്നൊരു വലിയ തെറ്റല്ല എന്ന ചിന്തയും, ഇതാണ് പിശാച് നമ്മളെ നശിപ്പിക്കാൻ സ്വീകരിക്കുന്ന രീതി എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, സ്വയം വിചാരണയിൽ നമുക്കൊന്നാമതായി വിചാരണ ചെയ്യേണ്ടത് നമ്മുടെ ഈമാനെക്കുറിച്ചാണ്. നാളത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വിശ്വാസവും തദടിസ്ഥാനത്തിലുള്ള കർമ്മവും. നമ്മുടെ അഖീദ ശരിയായിട്ടുണ്ടോ? നമ്മുടെ അഖീദയെ ബാധിക്കുന്ന രോഗങ്ങൾ, ഒന്ന് ശിർക്ക്, മറ്റൊന്ന് കുഫ്ർ, മറ്റൊന്ന് നിഫാഖ്, അതിൻ്റെ ഭാഗമായി വരുന്ന റിയാ, ഇങ്ങനെയുള്ള രോഗങ്ങൾ, ഈമാനിനെ ബാധിക്കുന്ന, അഖീദയെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ശിർക്കും ശിർക്കിൻ്റെ വകഭേദങ്ങളും ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയില്ലേ, സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, ദിവസവും 3 പ്രാവശ്യം ചെല്ലാൻ വേണ്ടി. ശിർക്കിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ മുഴുവൻ ഇനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. ഏതാണ് ആ പ്രാർത്ഥന?
നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട പ്രാർത്ഥനയാണത്. അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അനുശ്രിക ബിക വ അനാ അഅലം. അള്ളാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വാസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഞാൻ അറിയാതെ വല്ല ശിർക്കും സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഇത് ദിവസവും 3 പ്രാവശ്യം പറഞ്ഞാൽ ശിർക്കിൻ്റെ ചെറുതും വലുതുമായ ശിർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്തിലോ കർമ്മത്തിലോ ശിർക്ക് വരുന്നുണ്ടോ എന്ന നിതാന്ത ജാഗ്രത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ശിർക്കിനെ പേടിക്കണം. ശിർക്ക് വരുന്നതിനെക്കുറിച്ചും ശിർക്കിൻ്റെ വഴികളെക്കുറിച്ചും നമുക്ക് ജാഗ്രത വേണം. ഞാനൊക്കെ ഇനിയിപ്പോൾ ശിർക്കിലേക്ക് പോവേ, ഞാനൊക്കെ എത്ര കൊല്ലായി സെൽഫിയായിട്ട്, തൗഹീദിൻ്റെ നടുക്കഷ്ണല്ലേ ഞാനൊക്കെ. ഞങ്ങളെ തറവാട്ടിൽ തന്നെ ഏറ്റവും ആദ്യം മുജാഹിദായ ആളുകൾ ഞങ്ങളെ നാട്ടിൽ തന്നെ മുജാഹിദ് കൊണ്ടുവന്നത് ഞങ്ങളാ. ഓരോരുത്തരുടെ സർവീസ് കേട്ടാൽ എത്ര സർവീസുള്ളവനും പേച്ചു പോകും. സിദ്ദീഖുൽ അക്ബറിനേക്കാളും വലിയ ആളപ്പോൾ നമ്മൾ. സിദ്ദീഖുൽ അക്ബറിനെ റസൂലുള്ള ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക. ഹൈ സിദ്ദീഖ്, നിങ്ങളെന്തിനാ ഒക്കെ പഠിക്കണം, ഞാൻ കഴിഞ്ഞ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ആളല്ലേ എന്ന് പറയല്ലേ ചെയ്തത്. ദുആ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. എന്താ ദുആ? ഇപ്പൊ തന്നെ പഠിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വ അനാ അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. എന്താ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ, വല്ലതും ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും. വ അനാ അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ വല്ല ശിർക്കും വെക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കും, അതെനിക്ക് പൊറുത്തു തരണേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ശിർക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ജാഗ്രത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പോകുന്ന ആളുകൾ, മക്കാ മുശ്രിക്കുകൾ ഒരു മരത്തിൽ അവരെ വാളുകൾ കൊളുത്തി വെച്ചിരുന്നു. ആ മരത്തിന് വാള് കൊളുത്തിയ യുദ്ധം വിജയിക്കുന്നതാണ് അവരുടെ വിശ്വാസം. ബർക്കത്തിന് വേണ്ടിയാണ്. ഇത് കണ്ടപ്പോൾ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഇജ്അല്ലനാ ദാത അൻവാത്തിൻ കമാലഹും ദാത അൻവാത്ത്, അവർക്ക് കൊളുത്തുകളുള്ള ഒരു മരമില്ലേ, വാളുകൾ തൂക്കിട, അതുപോലെ ഒരു മരം ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നാലും. റസൂലുള്ളാഹിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. അവിടുന്ന് പറഞ്ഞു, മൂസാ നബിയോട് തൻ്റെ ജനങ്ങൾ പറഞ്ഞതുപോലെ വർത്താനാണിത് അല്ലേ. ചെങ്കടൽ വടി കൊണ്ടടിച്ച് പിളർത്തി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെയും കൂട്ടി അക്കരെ കടന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ പശുക്കുട്ടിനെ ആരാധിക്കുന്ന ഒരു ഖൗമിൻ്റെ അടുത്തുകൂടി കടന്നുപോയി ബനു ഇസ്രായേലും മൂസാ നബിയും. അപ്പോൾ ഖൗമ് പറഞ്ഞ എന്താ? മൂസ, ഇവർക്കൊക്കെ കണ്ട ദൈവമുണ്ട്, ഞങ്ങൾ ഈ കാണാത്ത ദൈവത്തെ എത്ര കാലം ആരാധിക്കണേ, ഇതുപോലൊരു ഇലാഹിനെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നൂടെ. ഇജ്അല്ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി തരുമെന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ നന്ദികെട്ട ജനത പറഞ്ഞതുപോലുള്ള വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? സഹാബത്തിനോടാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന, റസൂലുള്ളാഹിയിലൂടെ വെളിപ്പെട്ട പല അത്ഭുത സംഭവങ്ങളും കണ്ണുകൊണ്ട് കണ്ട മനുഷ്യന്മാരോടാ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ശിർക്കിനെ സംബന്ധിച്ച് പേടിക്കണം. പിന്നെ കുഫ്ർ, നിഷേധം, ഈമാനിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് വരുന്നതിൽ കുഫ്റിൻ്റെ പല ഇനങ്ങളും അതൊരുപാട് വിശദീകരിക്കേണ്ട സംഗതിയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റുണ്ട്. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിഷേധിക്കുന്നതും കുഫ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ചെറുതും വലുതുമായ കുഫ്റുകൾ അത് വന്നു പോകുന്നതിനെക്കുറിച്ചുള്ള പേടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്ർ, ദാരിദ്ര്യമൊന്നുമില്ലാത്ത അവസ്ഥ, അത്യാവശ്യത്തിന് പോലും ഒന്നും കയ്യിലില്ലാത്ത പരാധീനത, മറ്റുള്ളവരെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മറ്റുള്ളവരോട് യാചിക്കേണ്ട അവസ്ഥ വരിക, അങ്ങനത്തെ ദാരിദ്ര്യം, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, കുഫറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി, എല്ലാ ദിവസവും ദുആ ചെയ്തതായി ഹദീസിൻ്റെ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഫറിന് രക്ഷ തേടുക, അതുപോലെ നിഫാഖ്, കാപഢ്യത്തിന് രക്ഷ തേടുക, റിയ എന്ന് രക്ഷ തേടുക. അങ്ങനെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വൈകല്യങ്ങൾ, വിശ്വാസരംഗത്തുണ്ടാകുന്ന തകരാറുകൾ, അതിൽ നിന്നൊക്കെ
നാം സ്വയം വിചാരണ ചെയ്യണം. അങ്ങനെ വല്ല തകരാറും എനിക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഈമാൻ ശരിയായാൽ പിന്നെ നമ്മുടെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം. ഇന്ന് 5 നേരത്തെ നമസ്കാരം കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ കാര്യമാണ്. അത് ചെയ്തിട്ടുണ്ടോ നാം ചിന്തിക്കണം. നമ്മളെന്താ ചിന്തിക്കുക? എല്ലാ ദിവസവും സുബഹിക്ക് വെള്ളിയാഴ്ച അങ്ങൊന്നും കിടന്നു പോയി. അപ്പം എന്താ അല്ല അത്ര ദേഷ്യം പിടിക്കോ? അല്ല അത്ര കരുണല്ലാത്തവനാ? അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും നീക്കണ. കഫീൽ ഖുറൂജടിച്ച് കയറ്റി വിടും നേരത്തിന് ചെന്നിരിക്കുക, അതുകൊണ്ട് നീക്കണതാ. വെള്ളിയാഴ്ച ഡ്യൂട്ടി ഇല്ല. അപ്പം അലത്തൂലുറക്കം, രാത്രി ചെന്നിട്ട് 2 മണി വരെ 3 മണി വരെ സീരിയൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ബെടായും പറഞ്ഞിരുന്ന് ആഴ്ചയിലൊരിക്കൽ കൂടിയതല്ലേ, വേറെ നുണയും വസാദൊക്കെ പറഞ്ഞിട്ട് കിടക്കുമ്പോൾ തന്നെ 3:30 4:45 4:30 ഒക്കെ സുബഹിയായിരിക്കും. അപ്പം പിന്നെ എണീക്കോ? ആരെങ്കിലും ഒന്ന് ലേറ്റ് ഇട്ടാൽ പിന്നെ അവിടെ യുദ്ധമായി എന്ന് അല്ലേ? മുസ്ലിം റൂംമേറ്റിന് ആവശ്യമുണ്ട് ബെഡ് സ്പേസ്. അങ്ങനെ നല്ലൊരു റൂം കിട്ടിയാൽ വിചാരിച്ച് ചെന്നതാ. ആദ്യത്തെ ദിവസം തന്നെ അടി, കാരണം സുബഹിക്കുമ്പോൾ ലേറ്റ് ഇട്ടു. അപ്പം നിങ്ങളല്ലേ മുസ്ലിം റൂംമേറ്റിന് ആവശ്യമുണ്ടെന്ന് പരസ്യം കൊടുത്തില്ല. ഞാൻ വന്ന് നിങ്ങളൊന്നും മുസ്ലിങ്ങളല്ലേ, സുബഹിക്കരിക്കാതെ കിടക്കണോ മുസ്ലിമാ എന്ന് ചോദിച്ചൊരു കഥ ഉണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസികൾക്കിടയിൽ അങ്ങനത്തെ ഒരു സംസ്കാരം വളർന്നു വരുന്നില്ലേ എന്ന് നാം ആലോചിക്കണം. സൗദി അറേബ്യയിൽ ബാങ്ക് കൊടുത്താൽ പണ്ടൊക്കെ മുത്തവകൾ വന്നിട്ട് പറയും സ്വല സ്വല സ്വല. ഇപ്പോഴും മലബാരി ഷട്ടർ താത്തും, പക്ഷേ അതിന് മുമ്പായിട്ട് സാൻഡ്വിച്ചും ചായ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഷട്ടർ താത്ത് അതെടുത്ത് കടിക്കുക, നല്ല ചായ കുടിക്കുക, ഒന്ന് വിശ്രമിക്കുക, അപ്പോഴത്തിന് നിസ്കാരം കഴിച്ചു, അപ്പോഴത്തിന് റെഡിയാക്കുക. അതാ പള്ളി പോവില്ല. എത്ര ആളുണ്ടെന്നറിയോ? അപ്പം അങ്ങനത്തെ മനുഷ്യന്മാരുമായി കൂട്ടുകെട്ടാൻ തന്നെ പാടില്ല. അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നമ്മൾ ശിക്കണം. നമസ്കരിക്കാത്തൊരുത്ത നമ്മളെ റൂമിലുണ്ടാകാൻ പാടില്ല. ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. അപ്പം നമ്മൾ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. സൂറത്ത് മറിയമിൽ ഒരുപാട് നബിമാരെ ചരിത്രം പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത് വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ. ഈ നബിമാർക്ക് ശേഷം ചീത്ത പിന്തലമുറകൾ രംഗത്ത് വന്നു. അവർ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു. നിസ്കാരത്തെ പാഴാക്കിയ പിന്നെ എന്താ ഉണ്ടാകുക അറിയോ? തന്നിഷ്ടങ്ങൾ കടന്നു വരും. വത്തബഉ ശഹവാത്ത്, ദേഹേച്ഛകളെ അവർ പിന്തുടർന്നു. നിസ്കാരം ഒഴിവാക്കിയതിൻ്റെ റിസൾട്ട് അതാ കണ്ടോ? ഫസൗഫ യൽഖൗന ഗയ്യ, അവരുടെ പാപഫലം അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് നമസ്കാരത്തിൻ്റെ കാര്യം. നമ്മൾ വലിയ സേവനം ചെയ്യുന്ന ആളായിരിക്കും. ആർക്ക് വേണ്ടിയും എന്തും കൊടുക്കാൻ, രക്തം വേണോ രക്തം കൊടുക്കുക, കരൾ വേണോ കരൾ കൊടുക്കുക, ഒക്കെ റെഡിയാണ്. പക്ഷെ നിസ്കരിക്കില്ല. എന്താ കാര്യം? നിസ്കരിക്കാത്തവന് എന്ത് നന്മ ചെയ്തിട്ടും കാര്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വയം വിചാരണയിൽ എപ്പോഴും കടന്നു വരേണ്ട വിഷയമാണ് ഫർളായ നമസ്കാരം പൂർത്തിയായി നിർവഹിച്ചിട്ടുണ്ടോ? ഫർളിൽ നിന്ന് സംഭവിക്കുന്ന അപാകതകൾ പരിഹരിക്കാൻ നിശ്ചയിച്ച റവാത്തിബ് സുന്നത്തുകൾ ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് കൃത്യമായി നിർവഹിച്ചാൽ എന്താ ഓഫർ? സ്വർഗത്തിലൊരു വീട്. നല്ല ഓഫറാ, എല്ലാ ദിവസവും ഉള്ളതാ. പക്ഷെ ചെയ്യാറുണ്ടോ? നാം സ്വയം ഒന്ന് ആലോചിക്കണം. യാത്രയിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കാറില്ല. അതിൽ തന്നെ സുബഹിൻ്റെ സുന്നത്താണ് പ്രത്യേകം, നമുക്ക് അധികവും കിട്ടാത്ത അതാണ്. അതെങ്ങനെ തട്ടിപ്പിടിച്ച് തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് തുടങ്ങിയ മുമ്പ് പള്ളിക്കങ്ങ് എത്തൂല. എന്നും സുന്നത്ത് പിന്നേക്കരിക്കൽ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ടതാണ് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത്. അതുപോലെ വിത്ർ നിസ്കാരം അല്ലേ? അഫ്ളലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാ? രാത്രി നിസ്കാരമാണ്. സല്ലു ബിൽ ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കൂ, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ കടക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ എണീക്കൂലാന്ന് തോന്നുകയാണോ, രാത്രി കിടക്കുമ്പോൾ 3 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടന്നാൽ മതി. അതൊരു ശീലമാക്കണം നമ്മൾ, അത് പതിവാക്കണം നമ്മൾ. ഇതുപോലെ സുഹൃത്തുക്കളെ തഖ്വ നിലനിർത്താൻ നാം ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിസ്തരിച്ച് പറയുകയാണെങ്കിൽ അതിന് മാത്രം ഒരു ദിവസം വേണ്ടി വരും. ഇന്ന് ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ടോ? രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ടോ? നമസ്കാര ശേഷമുള്ള അദ്കാറുകൾ ഞാനിന്ന് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നാം നന്മകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ വന്നുപോയ തെറ്റിൽ നിന്ന് ഞാൻ തൗബ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നാം സ്വയം വിചാരണ നടത്തുമ്പോഴാണ് നമ്മുടെ തഖ്വയുടെ ബാലൻസ് താഴ്ന്നു പോകാതെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ
നമുക്ക് സാധിക്കുന്നത്. തഖ്വ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മോട് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം പറഞ്ഞു വത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അപ്പുറം തഖ്വ. അപ്പോൾ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അത് നിലനിർത്തിക്കൊണ്ടുപോകാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് മുഹാസബത്തുൻ നഫ്സ്, സ്വയം വിചാരണ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മരണത്തെ ഓർക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും സ്വയം വിചാരണ ചെയ്യും. മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തവൻ എന്താണ്, ഞാൻ ഇപ്പം മരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ, ഇവിടുന്ന് കുറച്ചൊക്കെ ഇവിടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വന്ന് ഭാര്യയൊന്നും കൂടല്ല, അപ്പോൾ കുറച്ചൊക്കെ എങ്ങനെയാണ് പോട്ടെ, പിന്നെ ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ചെന്നിട്ട് അപ്പോൾ കുറച്ച് വയസ്സൊക്കെ ആയി, പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, പള്ളി മദ്രസ ഖുർആൻ ക്ലാസ് അതിനെ ആയിരിക്കുമല്ലോ നാട്ടിൽ ചെന്നാലേ, അന്നങ്ങോട്ട് നന്നായാൽ മതി എന്ന നിലക്കൊരു അലംഭാവം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ മരിക്കുമെന്ന ഓർമ്മ, മരണം പെട്ടെന്ന് വരുമെന്ന ഓർമ്മ നമുക്കില്ലാത്തത് കൊണ്ടാണ് നാം സ്വയം വിചാരണയിൽ പിന്നോട്ട് പോകുന്നത്. ഇന്ന് നമുക്ക് ഇതിനൊന്നും സമയം കിട്ടാതിരിക്കാനുള്ളൊരു കാരണം എന്താ? ദുനിയാവിനോടുള്ള ആർത്തി തന്നെ. ദുനിയാവുണ്ടാക്കണമെന്ന ചിന്ത എപ്പോഴും നമ്മളെ ചിന്ത അതാണ്. ഞാൻ എത്ര കൊല്ലായി വന്നിട്ട് എന്താ ഇപ്പം നേടിയത്? കുറേ ജീവിച്ചു എന്നല്ലാതെ പുരണ്ടാക്കിയോ സ്ഥലം വാങ്ങിയോ ഇന്നെ കഫീലങ്ങ് കയറ്റിവിട്ട നാട്ടിൽ പോയി അങ്ങനെ ജീവിക്കും റബ്ബേ. ഈ വക ചിന്തകളാണ് എപ്പോഴും നമുക്കുള്ളത്. എല്ലാവരും പറയാറുണ്ട്, ഞാൻ മരിച്ച എൻ്റെ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും, എൻ്റെ സ്ഥിതി എന്താണെന്നല്ല ആദ്യം ആലോചിക്കേണ്ടത്, മരിച്ചോൻ്റെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കേണ്ടത്. മരിച്ചോൻ വിട്ടുപോയ ആളുകൾക്ക് ദുനിയാവിൽ പലരും ഉണ്ടോ ഓല കാര്യം നോക്കാം, ഖബറിൽ നമ്മളെ കാര്യം നോക്കാം ആരാളുള്ളത്. അപ്പം നമ്മൾ ഒന്നാമത്തെ ചിന്ത എന്താ വേണ്ടത്, ഞാൻ മരിച്ചാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും ഖബറിൽ. അതിനപ്പുറം പിന്നെ ചിന്തിക്കേണ്ടത് എൻ്റെ ഭാര്യൻ്റെ സ്ഥിതി എന്താവും, എൻ്റെ മക്കളുടെ സ്ഥിതി എന്താവും, എൻ്റെ ഉമ്മാൻ്റെ സ്ഥിതി എന്താവും, ഉപ്പാൻ്റെ സ്ഥിതി എന്താവും എന്ന് ചിന്തിക്കേണ്ടത് പിന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നമുക്ക് പരിചയമുള്ള സൂറത്ത് തന്നെയാണ്. സൂറത്തൊന്നും പരിചയമില്ലാത്ത സൂറത്തോ ആയത്തൊന്നുമല്ല. സൂറത്തുൽ മുനാഫിഖൂനിലുള്ളതാ. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. നമുക്ക് ദീനിയായ ഓർമ്മക്ക് പലപ്പോഴും തടസ്സം നമ്മുടെ സമ്പത്തുക്കളും നമ്മുടെ സന്താനങ്ങളുമാണ്. പല ആളുകളും നിസ്കരിക്കാൻ ഒക്കെ പറഞ്ഞാലേ ഇവിടെ നിങ്ങളെ ഈ നിസ്കാരം മാത്രം നോക്കിയാലേ 4 കാശ് ഉണ്ടാവില്ല, ഇവിടെ ഇതിന് വന്നതാ, ഇവിടെ നിസ്കരിക്കണം നമുക്ക് ഏറ്റവും അഭിപ്രായം ഉണ്ടോ, നിസ്കരിക്കണം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇവിടെ പൈസ ഉണ്ടാക്കാൻ വന്നാണ്. നമുക്ക് മക്കളെ കഷ്ടപ്പെടാൻ പാടുണ്ടോ? അതൊരു ഇബാദത്ത് തന്നെയല്ലേ. നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ, മക്കൾക്ക് വേണ്ടിയല്ലേ, ഈ ജമാഅത്തിന് പോയില്ലാന്നല്ലേ ഉള്ളൂ, നമ്മൾ നിസ്കരിക്കണില്ലേ എന്നൊക്കെ ചോദ്യം നമ്മൾ ഇങ്ങോട്ട് പാഞ്ഞു കയറാൻ നോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സഹാബികളെ പറ്റി അങ്ങനെ സമ്പത്തും സന്താനങ്ങളും കൊണ്ട് അള്ളാഹിനെ കുറിച്ച് മറന്നു പോയാൽ അവർ നഷ്ടകാരികളാണ്. പിന്നെ സഹാബികളെ കുറിച്ച് സൂറത്തുൻ നൂറിൽ പറഞ്ഞ വാക്ക്, മസ്ജിദുൻ നബവിയിൽ ചുറ്റിപ്പറ്റിയപ്പോഴും അവിടെ ഉണ്ടാകുന്ന സഹാബത്തിനെ കുറിച്ച് റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. അവർ ചില മനുഷ്യന്മാരാണ്, അവരുടെ കച്ചവടമോ അവരുടെ ബിസിനസ്സോ എന്ത് ചെയ്യുന്നില്ല, അവരെ അശ്രദ്ധമാക്കുന്നില്ല. എന്തിൽ നിന്ന്? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്ന്, സകാത്ത് കൊടുക്കുന്നതിൽ നിന്ന്. ഇതിൽ നിന്നൊന്നും അവരെ കച്ചവടമോ ബിസിനസ്സോ ഉപജീവന മാർഗങ്ങളോ ഒന്നും അവരെ തടസ്സപ്പെടുത്തുന്നില്ല. നമുക്ക് തടസ്സം നമ്മുടെ ഭൗതികമായ കെട്ടുപാടുകളും ജോലിയും സൗകര്യങ്ങളും ഒക്കെയാണ്. എന്താ കാരണം? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും താളം തെറ്റുന്ന, എല്ലാം കീഴ്ക്കാൻ തൂക്കായി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഭയം നമുക്ക് കുറയുന്നത് കൊണ്ടാണ് എനിക്കെൻ്റെ കച്ചവട വലുത്, എനിക്കെൻ്റെ ഉപജീവന മാർഗ വലുത്, എനിക്കെൻ്റെ മക്കളാ വലുത്, എനിക്കെൻ്റെ ഭാര്യ വലുത് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മുടെയൊക്കെ നിലപാട് അതാണ് വിളിച്ചോതുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എനിക്ക് അല്ലാഹുവാണ് വലുത്, എൻ്റെ കച്ചവടമല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ വീടല്ല, എൻ്റെ കൂട്ടുകാരനല്ല, എൻ്റെ സമ്പാദ്യമല്ല, ജോലിയല്ല, കഫീലല്ല, ഒന്നുമല്ല എനിക്ക് വലുത് അള്ളാഹുവാണ്. അതാണ് നിസ്കാരത്തിലെ പ്രഖ്യാപനം, അതാണ് ബാങ്കിലെ പ്രഖ്യാപനം, അതാണ് പെരുന്നാളിലെ പ്രഖ്യാപനം. അത് നമ്മുടെ ജീവിതത്തെ
ജീവിതത്തിനൂടും പാവും നൽകുന്ന മുദ്രാവാക്യമായി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള ആർത്തിയെക്കുറിച്ച് ഒരു ഹദീസ് മുഹദ്ദിസുകളിൽ പലരും അത് മുത്തവാത്തിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? അനേകം പരമ്പരകളിലൂടെ വന്ന അനിഷേധ്യമായി മുസ്ലിം ഉമ്മത്തിൽ അറിയപ്പെട്ട ഹദീസ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായത് മുത്തവാത്തിറായ ഹദീസുകളാണ്. അതിൽ പറയുന്നു, ലൗ കാന ലിബിനി ആദമ വാദിയാനി മിൻ ദഹബിൻ, ആദമിൻ്റെ സന്തതിക്ക് 2 വാദി എന്ന ഇവിടെ എല്ലാവർക്കും ഇപ്പം മനസ്സിലാവും. വെള്ളം പോണ വലിയ ചെറിയ തോടില്ലേ ഇവിടെ മരുഭൂമി വരുമ്പോൾ ആ 2 വാദി നിറയെ സ്വർണം ആദമിൻ്റെ ഒരു മോൻ അല്ല കൊടുത്താലും, മറ്റൊരു റിപ്പോർട്ടിൽ മിമ്മാലിൻ സമ്പത്ത് എന്നാണ്, രണ്ടായാലും കണക്കന്നെ, ലബ്തഗാ സാലിസ, മൂന്നാമതൊരു വാദിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. വലാ യംലഉ ജൗഫ ബനി ആദമ ഇല്ല തുറാബ്, മനുഷ്യൻ്റെ ജൗഫിനെ, അവൻ്റെ വയറിനെ നിറക്കുകയില്ല, അവൻ്റെ വായ നിറക്കുകയില്ല മണ്ണല്ലാതെ, മരിച്ചാലല്ലാതെ ഈ മോഹം മനുഷ്യന്, ഈ സമ്പത്തിനോടുള്ള മോഹം മനുഷ്യന് തീരൂല. 65-70 വയസ്സായ ആളുകൾ നോക്കൂട്ടുകൾ താക്കോൽ അടക്ക് തപ്പി നോക്കും, ഇവിടെ തന്നെ അല്ലേ എന്ന്. എന്തിൻ്റെ താക്കോല്? മേശൻ്റെ താക്കോല്, പത്തായത്തിൻ്റെ താക്കോല്, ഉമ്മയാണെങ്കിലും വല്യമ്മയാണെങ്കിലും വല്യപ്പയാണെങ്കിലും ഒക്കെ. കാരണം എന്താ? യഹ്റുമുൽ ഇൻസാൻ വയശുബ്ബു ഫീഹി ഇത്നാനി, മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് കടക്കും, പക്ഷേ 2 കാര്യങ്ങൾ അവരിൽ യൗവനം പ്രാപിക്കും. അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഹയാത്ത്, ജീവിക്കാനുള്ള കൊതി, അതിയായ ആഗ്രഹം, സമ്പത്തിനോടുള്ള അതിയായ ആഗ്രഹവും. കണ്ടോ, തടിങ്ങനെ മെലിയുന്നുണ്ടാകും, തൊലി ചുളിയുണ്ടാകും, മുടി നിരക്കുന്നുണ്ടാകും, കൊക്കും കൊരയും നിർത്തിയാൽ പിന്നെ കാല് മടങ്ങൂല, മടങ്ങിയ പിന്നെ നീരില്ല. എന്നാലും 2 കാര്യം അവൻ യൗവനം പ്രാപിച്ചിട്ടുണ്ടാവും. എന്താണത്? ഒന്ന്, ജീവിക്കാനുള്ള അത്യാഗ്രഹം, ഇനിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹം. 90 വയസ്സ് കഴിഞ്ഞിട്ട് വലിയ വിഷമിച്ചൊക്കെ കിടക്കുക, അല്ല എമ്മട്ടിയൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ മരിക്കണം എന്ന ആഗ്രഹം ഉണ്ടോ? കുറച്ചാലും കൂടി കുട്ടികളൊപ്പം ഒന്നിങ്ങനെ കഴിഞ്ഞാൽ 90 കഴിഞ്ഞാണ് ഉപ്പർക്ക്. അതാ മനുഷ്യൻ്റെ അവസ്ഥ. അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഹയാത്ത്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യൻ മരിച്ച് വായിൽ മണ്ണ് വീണാലല്ലാതെ മാറൂല എന്നാണ്. വയതൂബുല്ലാഹ അലാ മൻ താബ്, എന്നാൽ ഖേദിച്ച് മടങ്ങുന്ന ആളുകളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്നും അവിടെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹറാമും ഹലാലും നോക്കാതെ, ന്യായവും അന്യായവും നോക്കാതെ പണം 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 എന്ന ഒരാഗ്രഹത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാർ, ഇങ്ങനെയുള്ള യാതൊരു ദീനീ സംരംഭങ്ങളുമായും ബന്ധപ്പെടാത്ത പല പ്രവാസി സുഹൃത്തുക്കളുമായും നിങ്ങളൊന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവർക്ക് അതല്ലാതെ ഒരു ചിന്തയല്ല. മൃഗത്തിന് തുല്യമായ ജീവിതമാണ്. ഒരു ആത്മാർത്ഥതയും ഒരു കൂട്ടുകെട്ടിലോ സ്നേഹബന്ധത്തിലോ ഒന്നിനും ഒരു ഖിലാസ് ഉണ്ടാവില്ല. പണം പണം പണം, എപ്പോഴും റിയാലിൻ്റെ കണക്ക് നോക്കുക, കഴിഞ്ഞ മാസം അയച്ചത് എത്ര, ഇങ്ങനെ ഇടക്കിടക്ക് അതിനായിട്ടൊരു ബുക്ക് തന്നെ ഉണ്ടാവും, ഇങ്ങനെ ഇടക്കിടക്ക് എടുത്ത് നോക്കും, ഇനിയിപ്പോൾ അടുത്ത മാസം അവിടെ അയക്കണം, ഇതന്നെ ചിന്ത, വേറെ ഒരു ചിന്തയും മൂപ്പർക്ക് ഉണ്ടാവില്ല. ഊണിലും ഉറക്കിലും തന്നെ ചിന്ത. ഇങ്ങനെ മനുഷ്യന്മാർ പൈസ 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പാഞ്ഞ് 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 അതിലിടക്ക് വണ്ടി മുട്ടി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിടും ആ വീണ്. ജീവിതം മുഴുവൻ സമ്പാദിച്ചതെന്താ? ഈ ഒരു പൊര. അതിലൊന്ന് പാർക്കാൻ പോലും ഇനി കഴിഞ്ഞില്ല. ആദ്യത്തെ വരവിന് നിൽക്കണം വിചാരിച്ച് വന്ന് പെട്ടെന്ന് കഫീൽ വിളിച്ച് 20 ദിവസം നിന്ന്, പിന്നത്തെ വരവിന് എന്തായാലും 2 മാസം നിൽക്കണം വിചാരിച്ചാൽ 1 മാസമേ കഴിഞ്ഞുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഓൻ 15 കൊല്ലം പെടുന്നിട്ട് 1 കൊല്ലം കൂടി വീട്ടിൽ നിന്നുണ്ടാവില്ല. ഓൻ സമ്പാദിച്ചത് മുഴുവൻ അയിമ കൊണ്ടുപോയി. ഇന്ന് ഇവിടെ മുട്ടിയാൽ പെയിൻ്റ് അടിക്കാൻ സാധില്ല, പല്ലും ചുരിയല്ലാതെ വേറൊന്നും ബാക്കിയില്ല. ഇങ്ങനത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ. ഈ ഒരു ചിന്ത മാത്രം. ജനങ്ങൾക്കൊരു കാലം വരും, ലാ യുബാലിൽ മർഉ മാ അഖദ, അവനെടുക്കുന്ന പൈസനെ പറ്റിയും പരിഗണിക്കൂല. അമിനൽ ഹലാൽ അമിനൽ ഹറാം, ഹലാലാണോ ഹറാമാണെന്നൊന്നും നോക്കൂല, പൈസ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ഇപ്പം വല്ലാതെ ഹറാമലാൽ നോക്കിയാൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂല. കുറച്ചൊക്കെ കണ്ണിമ്പല്ലാതെ പിന്നെ കുറച്ച് സക്കാത്തും സദക്കയൊക്കെ കൊടുക്കണം. ഇടക്കിടക്ക് ഉംറക്കോണം എന്തിനറിയോ? ലൈസൻസ് പുതുക്കാൻ പോവുക. ഒരുപാട് അന്യത് കൊത്തി വലിച്ചുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്ക് ഉംറ ചെയ്തുകൊണ്ട് കഴുകിക്കളയാന്നുള്ള നിലയ്ക്ക് ലൈസൻസ് പുതുക്കാൻ പോകുക. പിന്നെ 6 മാസം വന്നിട്ട് അനാവശ്യ സമ്പാദ്യവും ദുൽമും ഫസാദും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന്. അല്ലാതെ ഇപ്പോൾ ഉംറ ഇങ്ങനെ അധികമാകണം എന്തുകൊണ്ടാ? മനുഷ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴുകിക്കളയാൻ പോണതാ. മനസ്സിലായില്ലേ? ആ രൂപത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചിരിക്കുകയാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അള്ളാഹു വിശിഷ്ടനാണ്, വിശിഷ്ടമായത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഹറാമായ നിനക്ക് കുറേ സമ്പാദിച്ചിട്ട് എത്തിങ്ങാനക്കും പള്ളിക്കൊക്കെ കൊടുത്താൽ, ഹജ്ജിനൊന്നും അങ്ങോട്ട് ഇടക്കിടക്ക് അമ്രക്കൊന്നും അങ്ങോട്ട് പറഞ്ഞാൽ
ഒക്കെ ക്ലീനാകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആയുഷ്കാലം മുഴുവനും നമ്മൾ ഈ പണത്തിന് വേണ്ടി, പണം കൊണ്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ജീവിതമാണെന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. സത്യനിഷേധികളെക്കുറിച്ച് സൂറത്ത് മുഹമ്മദിൽ ഒരു വാക്കുണ്ട്, വല്ലദീന കഫറു യഅകുലൂന വയതമത്തഊൻ കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വല്ലഹും. സത്യനിഷേധികൾ അവർ തിന്നുന്നു, സുഖമനുഭവിക്കുന്നു, കാലികൾ നാൽക്കാലികൾ തിന്നുന്നത് പോലെ. പോത്തിന് വന്ന വൈക്കോലിട്ട് കൊടുത്താൽ കുറേ തിന്നുങ്ങ അയച്ചെടുക്കും, പിന്നെയും എണീക്കും, പിന്നെയും വൈക്കോലിട്ട് തകുത്ത് തിന്നാൻ മാതിരി കുറേ മനുഷ്യന്മാർ തിന്നുക, കുറേ തിന്നണം, കുറേ ഉറങ്ങണം, ഒരു വേറൊന്നുമില്ല. വന്നാറു മസ്വല്ലഹും. കണ്ടോ, മക്കക്കാരെ കുറിച്ച് റസൂലുള്ളാഹിന്റെ സന്ദേശം സ്വീകരിക്കാത്തവരെ പറ്റി അള്ളാഹു പറയുന്നത്, അവരെ വിട്ടേക്കും മുഹമ്മദേ, യഅകുലു വയതത്തഉ, അവർ തിന്നട്ടെ, സുഖമനുഭവിക്കട്ടെ, വയുൽഹിഹിമുൽ അമൽ, അവരാഗ്രഹങ്ങൾ അവർ അശ്രദ്ധമാക്കട്ടെ, ഫസൗഫ യഅലമൂൻ, അവരറിയുന്നവരായേക്കാം. എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്, എത്ര മനക്കോട്ടകളാണ് നമുക്കുള്ളത് അല്ലേ. 10 കിട്ടിയാൽ 100. നമ്മൾ പിന്നെ സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് ഒരു കവിത പഠിച്ചിട്ടുണ്ട്, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അല്ലേ. 10 കിട്ടിയവന് 100 കിട്ടണം, 100 കിട്ടിയവന് 1000 കിട്ടണം, 1000 കിട്ടിയവന് 10000 കിട്ടണം എന്നിങ്ങനെയാണ് മേലോട്ട് നോക്കിയിട്ടാണ് മനുഷ്യന്മാർ പലപ്പോഴും ഈ രൂപത്തിൽ ജീവിതത്തിൽ അവസ്ഥയായിത്തീരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതം തന്നെ നാളെ നമുക്ക് എതിരാക്കുന്ന അവസ്ഥ, നാം ചെയ്ത തെറ്റുകൾ, നാം ചെയ്ത കുറ്റങ്ങൾ അതൊക്കെ ഈ ഭൂമിയിൽ രേഖപ്പെടുത്തി അവസാനം നമ്മുടെ കയ്യും കാലും വരെ നമുക്കിതിൽ സാക്ഷി പറയുന്ന അവസ്ഥ നാളെ പരലോകത്ത് വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. സുഹൃത്തുക്കളെ, മരണത്തെ ഓർത്താൽ മാത്രം പോരാ, മരണാനന്തര ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കണം. ആ പരലോകമെന്ന ലക്ഷ്യം, അവിടെയാണല്ലോ നമുക്ക് വിജയം ലഭിക്കേണ്ടത്. വിജയം, മോക്ഷം എന്നൊക്കെ പറയുന്നത് ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ബാക്കി വാക്കെന്താ അറിയോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. അത് നിങ്ങളെ വഞ്ചിക്കാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് പരലോകത്തന്നെ മറന്നു പോകും. ഇതന്നെ ജീവിതം, ഇവിടെ കിട്ടിയതന്നെ, ഇവിടെ പോയതന്നെ. അതാ നമ്മളെ ചിന്ത. ഇവിടെ കിട്ടിയതല്ല, കിട്ടേണ്ടത് അവിടെയാണ്. ഇവിടെ പോയതല്ല, അവിടെ പോകാതിരിക്കണം. മനസ്സിലായില്ലേ? റമദാൻ മാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 500 ഉറുപ്പ്യം കൊണ്ട് ഇറങ്ങി, അതും ഈ വന്ന് തീർന്ന് എന്താ 3-4 പിരിവേരൊക്കെ ഉണ്ട്. അതാണ് അന്ന് നേടിയത്. ബാക്കിയുള്ളത് ഈ വൈകുന്നേരത്ത് കുറേ സമൂസ വാങ്ങി, കുറേ ബത്തക്ക വാങ്ങി, കുറേ അവ് വാങ്ങി, ഇത് വാങ്ങി, കുറേ കടിച്ച് തുപ്പി അവിടെ ഇട്ട്, കുറേ കക്കൂസിൻ്റെ ടാങ്കിലല്ല, മറ്റേ 500 അവിടെ അക്കൗണ്ടിലവിടെ വന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണത്തെ കൂടുതലായി ഓർക്കുന്ന ആളുകളുടെ ചില ഉത്കൃഷ്ട സ്വഭാവങ്ങൾ ഷേഖ് ദക്കാഖ് എന്ന് പറയുന്ന ഹിജറ 375 മരിച്ചൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൻ അക്സറ ദിക്റൽ മൗതി അക്രമഹുല്ലാഹു ബിസലാസ്. മരണത്തെ ധാരാളം ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹു 3 സ്വഭാവങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. 3 സ്വഭാവങ്ങൾ മരണത്തോർക്കുന്നവർക്ക്. ഒന്ന് തഅജീലു തൗബ, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് വേഗം പശ്ചാത്തപിച്ച് മടങ്ങും, കാത്തു നിൽക്കൂല. 45 കഴിയട്ടെ, 50 ആകട്ടെ, ഗൾഫിൽ നിന്ന് അങ്ങോട്ട് പോകട്ടെ, അടുത്ത റമളാൻ വരട്ടെ എന്നൊന്നും കാത്തുക്കൂല. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഉടനെ ഖേദിച്ചു മടങ്ങും, പെട്ടെന്ന് ഖേദിച്ചു മടങ്ങും, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ. വഖനാഅത്തുൽ ഖൽബ്, ഉള്ളതിൽ അയാൾക്ക് സംതൃപ്തിയായിരിക്കും. വനശാത്തുൽ ഇബാദ, ഇബാദത്തുകൾക്ക് നല്ല ഉത്സാഹവും ഉന്മേഷവും താല്പര്യവും ഉണ്ടാകും. ഈ 3 സ്വഭാവം നമുക്കുണ്ടോ? നമ്മൾ സ്വന്തമായി ചോദിച്ചാൽ മതി. സുഹൃത്തുക്കളെ, എല്ലാ റമളാനിലും തൗബനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? എന്താണ് താബ എന്ന് പറഞ്ഞാൽ? മടങ്ങിന. എന്തിൽ നിന്ന് മടങ്ങി? കുറ്റകൃത്യങ്ങളിൽ നിന്ന് മടങ്ങി. എന്തിലേക്ക് മടങ്ങി? ഇല താഅത്തില്ല, അള്ളാഹനനുസരിക്കുന്നതിലേക്ക് മടങ്ങി. അപ്പോൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന കുറ്റകൃത്യങ്ങളെ നമ്മൾ തന്നെ മോണിറ്റർ ചെയ്ത് കണ്ടെത്തി അതിൽ നിന്ന് അള്ളാഹനനുസരിക്കുന്നതിലേക്ക് മടങ്ങുക. അത് നിത്യവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 100ഓളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിരുന്നു എന്ന ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ?
ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് റിയാദു സാലിഹീൻ. അത് കേൾക്കാത്തവരും കാണാത്തവരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് ശറഹുകൾ അതിനെഴുതിയിട്ടുണ്ട്. ഇമാം നബവിക്ക് സ്വർഗ്ഗം കിട്ടാൻ ഇത് തന്നെ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, അത്ര നല്ലൊരു ഗ്രന്ഥമാണത്. അതിന് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ നാട്ടിലെ പണ്ഡിതനായിരുന്നു, ഏവരും എന്നും ബഹുമാനിക്കുന്ന പണ്ഡിതൻ. അദ്ദേഹം അതിന് ശറഹ് എഴുതിയ കൂട്ടത്തിൽ പറഞ്ഞു, ഖാലൽ ഉലമാ അത്തൗബത്തു വാജിബത്തും മിൻ കുല്ലി ദംബിൻ, എല്ലാ തെറ്റിൽ നിന്നും ഖേദിച്ചു മടങ്ങൽ വാജിബാണ് മുഅ്മിന്. ഫഇൻ കാനത്തിൽ മഅസിയത്തു ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല ലാ തതഅല്ലഖു ബിഹഖി ആദമിയ്യിൻ ഫലഹാ സലാസത്തു ശുറൂത്ത്. മനുഷ്യനുമായി ബന്ധപ്പെടാത്ത പടച്ചോനും അവനും തമ്മിലുള്ള കുറ്റമാണോ എങ്കിൽ അതിന് 3 നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അൻ യുഖ്ലിയ അനിൽ മഅസിയ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പൂർണ്ണമായും വിരമിക്കുക. തെറ്റ് ചെയ്യൽ നിർത്തുകയാണ് തൗബൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. മറ്റേ തെറ്റങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, തൗബ എങ്ങനെ ചെയ്യുകയും ചെയ്യും അല്ലേ? തെറ്റ് നിർത്തലില്ല. റമളാനിലൊരു അവധി കൊടുക്കും നമുക്ക്, പെരുന്നാൾ പിറ്റേന്നാണ് തുടങ്ങുക. റമളാനൊക്കെ അല്ലേ? എന്ത് ശഅബാൻ്റെ 30 നിർത്തിവെച്ചത്, റമളാനിലൊന്ന് അവധി കൊടുത്തു, പെരുന്നാൾ പിറ്റേന്ന് റമളാൻ കഴിഞ്ഞു, ശവ്വാൽ 2-ാം തീയതി തുടങ്ങി. കാര്യമുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിന്ന് ഖേദിച്ചു മടങ്ങണം. അല്ലെങ്കിൽ കാക്ക തൗബ എന്ന് പറയും. കാക്ക പല വൃത്തികേടിലും പോയി കൊത്തും, എന്നിട്ട് വന്നിട്ട് മരത്തുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ചുണ്ടരക്കും. അപ്പം അതിനർത്ഥം എന്താ? നീ കൊത്തൂല പിന്നെ പോയി കൊത്തും. അതുപോലത്തെ തൗബയായിട്ട് യാതൊരു കാര്യമല്ല. അപ്പോൾ ഒന്നാമത്തെ ശർത്ത് യുഖ്ലി അനിൽ മഅസിയ. 2, അൻ യന്ദമ അലാ ഫിഅലിഹാ, തെറ്റ് ചെയ്തതിനെപ്പറ്റി അവന് മനസ്സിൽ ഖേദം തോന്നും. ചില ആളുകൾ പറയും എനിക്കൊരു ഖേദമല്ല. പണ്ട് ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല ആ നാട്ടിലെല്ലാം ചെറുപ്പക്കാരൻ, അന്ന് ഞാനും ചെയ്തു, എനിക്കെല്ലാവരും ഖേദമല്ല അറിയും. ഖേദം വേണ്ടേ? അപ്പോഴല്ലേ പടച്ചോൻ തൗബയായി സ്വീകരിക്കുള്ളൂ. അറിവില്ലാത്ത കാലത്ത്, തെറ്റിൻ്റെ ഗൗരവറിയാത്ത കാലത്ത് പടച്ചോനെ ചെയ്തു പോയതാണ്, ക്ഷമിക്കണം റബ്ബേ, ഇതൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകണത്. അപ്പം ആ മനസ്സിലുണ്ടാകുന്നൊരു ഖേദമുണ്ടല്ലോ, പറ്റിപ്പോയതിനെ പറ്റിയൊരു മനസ്താപം, അത് വേണം തൗബ സ്വീകരിക്കാനുള്ള 2ാമത്തെ ശർത്ത്. അത് 3ാമത്തേത് അൻ യഅസിമ അല്ലാ യഊദ ഇൽഹാ അബദാ, ഇനി ആ തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങിപ്പോവുകയില്ല എന്നയാൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിക്കണം. തൽക്കാലം അപ്പം അങ്ങനെ നിർത്തിയാണ് നോക്കുക. ഇങ്ങനെ തട്ടിമുട്ടിയാണ് പോവുകയാണെങ്കിൽ ഇതിലേക്കൊന്നും മടങ്ങരുത് തന്നെയാണ് നമ്മൾ ആഗ്രഹം. എന്നാലും മൂപ്പർക്ക് മടങ്ങിക്കൂടാന്നില്ല. പറ്റുകയാണെങ്കിൽ ഇങ്ങനെയാണ് പോകാം, അല്ലെങ്കിൽ നമുക്ക് പഴയതിക്ക് തന്നെ പോകാമെന്നാണ്. അത് പറ്റൂല. ഉറപ്പിച്ച് തീരുമാനിക്കുക, എന്തായാലും ശരി ഞാൻ പൈസ എനിക്ക് വേണ്ട, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലും ശരി, പട്ടിണി 10 കിടന്നാലും ശരി, ആ ഹറാമിലേക്ക് ഞാൻ പോകില്ല എന്നങ്ങോട്ട് ഉറപ്പിക്കണം. ഭാര്യയും മക്കളും എല്ലാവരും കൂടിയും നിങ്ങളെ ഇങ്ങനെ ഹറാമും ഹലാലും നോക്കിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂല കേട്ടോ എന്നറിയുവാണെങ്കിൽ ഓള് അത് പറ്റൂല, അതിലേക്ക് പോകില്ല എന്ന് എന്നെ തീരുമാനിക്കണം. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗബ എളുപ്പമാക്കുക, അത് നീട്ടിവെക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ തൗബ നീട്ടിവെക്കുക എന്നുള്ളതാണ് മനുഷ്യന് എപ്പോഴും പറ്റുന്നത്. കാരണം ആർക്കറിയാൻ പറ്റും ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് ഇന്നെ തൗബ ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഒക്കെ ക്ലീനാക്കിയിട്ടാൽ മരിക്കുകയെന്ന് ആർക്കും അറിയാൻ കഴിയുമല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞില്ലേ, വൈകുന്നേരമായ നേരം പുലരൊന്ന് പ്രതീക്ഷിക്കണ്ട, നേരം പുലർന്ന വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആരോഗ്യമുള്ള സമയത്ത് രോഗാവസ്ഥക്ക് വേണ്ടി കരുതി വെച്ചോ, മരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ കാത്തുവെച്ചോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 1ാമത്തെ സ്വഭാവം നമുക്കുണ്ടോ നാം പരിശോധിക്കണം. വൻപാപങ്ങളും ചെറുപാപങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. വൻപാപങ്ങൾ സംഭവിച്ചാൽ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള സാധ്യത കൂടി ഉണ്ടാവില്ലെന്നാണ് ഖുർആൻ പഠിപ്പിക്കണം. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, വിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ പാടവർജിച്ചാൽ എന്താണ്, നുകഫിർ അൻകും സയ്യിആതികും, ചെറുപാപങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു തരികയും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ചെറുപാപങ്ങൾ പൊറുക്കണി, വൻപാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ വൻപാപം പലതും നമ്മൾക്ക് ചെയ്ത് 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 അതിപ്പോൾ ചെറുതായി മാറി. ആരാ പോയി ചെയ്യാത്തത്? ആളധികം ചെയ്തുകൊണ്ട് വൻപാപം ചെറുപാപാകുമോ? ആവില്ല. നമ്മുടെ മനസ്സിൽ അതിനെന്തു സ്ഥാനം എന്നതല്ല, പ്രമാണങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് പ്രശ്നം.
പിന്നെ ചെറുപാപം തന്നെ നിത്യേന ആവർത്തിച്ച് ചെയ്താലോ അതൊരു വൻപാപമായി മാറും. അപ്പോൾ വൻപാപങ്ങളെക്കുറിച്ച് ചെറുപാപങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക, അത് ജീവിതത്തിന് ഒഴിവാക്കാൻ ശ്രമിക്കുക. എല്ലാ സുന്നത്തുകളും ഒരുപക്ഷെ എടുക്കാൻ സാധിച്ചില്ല എന്ന് വരാം, പക്ഷേ പാപങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്നത് എല്ലാ മുഅ്മിനും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവിടെ ആണെന്നോ പെണ്ണെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യാതൊരു വ്യത്യാസമല്ല. രണ്ടാമത്തേത് ഖനാഅത്തുൽ ഖൽബ്. അതിനു മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഞാൻ ഇപ്പം കയ്യൊന്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ പല ആളും അറിയാതെ വെറുതെ പൊന്തിച്ചു. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പറ്റി ഹദീസിലുള്ളത് എന്താ? മൻ ഖാലഹാ ഫിന്നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. പകലിൽ ഒരാൾ അത് പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ദുആ പറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്നിട്ട് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു പോയാൽ അയാൾ സ്വർഗത്തിലാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനും ബിഹാ. രാത്രിയിൽ ഒരാൾ ആ ദുആ ചെയ്തു, വളരെ മൂഖിനും ബിഹാ, ആ പ്രാർത്ഥനയ്ക്കുള്ള ഉറപ്പിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യം മനസ്സിൽ ദൃഢബോധ്യത്തോടു കൂടി അയാൾ ദുആ ചെയ്തു. എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗാവകാശിയാണ്. അങ്ങനത്തെ പ്രാർത്ഥനയാണ് അറിയണ്ടേ. അതിനാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാണത്? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അന്ത റബ്ബി, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്. ഖലഖ്തനീ, നീ എന്നെ പടച്ചിരിക്കുന്നു. വഅന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്, നിന്നോടുള്ള കരാറും നിന്നോടുള്ള വാഗ്ദാനവും നിൻ്റെ വാഗ്ദാനവും അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, കഴിയുന്നത്ര. മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ തിന്മകളിൽ നിന്നും ഞാനിതാ നിന്നിലേക്ക് അഭയം തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും ഞാനിതാ ഏറ്റുപറയുന്നു, സമ്മതിക്കുന്നു. വഅബൂഉ ദംബി, എൻ്റെ കുറ്റങ്ങൾ ഞാനിതാ സമ്മതിച്ചു പറയുന്നു. ഫഗ്ഫിർ ലീ, അതുകൊണ്ട് എനിക്ക് നീ പൊറുത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, നീ അല്ലാതെ പാപം പൊറുക്കുന്നവനില്ല. ഇത് നമ്മൾ എഴുതി വെച്ച് പഠിക്കണം. ചോദിച്ചെഴുതി കീശയിലിട്ടിട്ട് പഠിച്ചോ. സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ചൊല്ലിക്കോ. അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചൊല്ലിക്കോ. എന്നാൽ രാവിലെ ചൊല്ലിയ വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചാൽ സ്വർഗാവകാശിയാണ്. വൈകുന്നേരം ചൊല്ലിയിട്ട് സുബഹിയാകുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗാവകാശിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള എത്രയെത്ര പ്രാർത്ഥന ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ വന്നിരുന്നാൽ ഞങ്ങൾ എണ്ണും എന്നാ സഹാബത്ത് പറയുന്നത്. നബി ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും, റബ്ബി ഗഫിർ ലീ വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം, എൻ്റെ റബ്ബേ എന്നോട് പൊറുക്കണേ, എൻ്റെ മടക്കം സ്വീകരിക്കണേ, നീ പാപമോചനം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. കണ്ട നിങ്ങൾ. അപ്പം അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരാൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ചു പോരേണ്ട ഒരു കാര്യമാണ്. തെറ്റുകൾ നിന്ന് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്ത് എപ്പോഴും അന്ന് ചെയ്ത തെറ്റ് അന്ന് തന്നെ ഖേദിച്ചു മടങ്ങി ബാലൻസ് ഷീറ്റ് റെഡിയാക്കി നിൽക്കുക. എപ്പോഴും എപ്പോൾ വന്നാലും കിടക്കാൻ നേരത്ത് മരിക്കാൻ ഒരുങ്ങിയിട്ടല്ലേ കിടക്കണേ, അല്ലേ? എന്താ ദുആ? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ. ഈ മരണം അൽ നൗമു അഖുൽ മൗത്ന, മരണം അല്ല ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണെന്നാണ്. അപ്പോൾ ഈ മരണത്തിലേക്ക് ഞാനിതാ പോവാണ്, നിൻ്റെ നാമത്തിലാകട്ടെ. ഈ ഉറക്കം എൻ്റെ അവസാനത്തെ ഉറക്കാണെങ്കിൽ നിൻ്റെ നാമത്തിലാകട്ടെ. ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ അതും നിൻ്റെ നാമത്തിലാകട്ടെ. ബിസ്മിക റബ്ബി വളഅതു ജംബി, നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ പാർശ്വത്തെ ഇതാ ഈ വിരിപ്പിൽ വെക്കുന്നു. വബിക അർഫഉ, അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ നാമം കൊണ്ട് തന്നെ ഇതിനെ ഉയർത്തുകയും ചെയ്യും. ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, നീ എൻ്റെ ആത്മാവിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിനോട് കരുണ കാണിക്കണം. വൈൻ അർസൽതഹാ, നീ അതിനെ പിടിച്ചു വെക്കാതെ വീണ്ടും എനിക്ക് എൻ്റെ ആത്മാവിനെ, കാരണം ഉറക്കത്തിൽ അള്ളാഹു എന്ത് ചെയ്യും? നമ്മൾ ആത്മാവിനെ പിടിച്ചു വെക്കണം. വീണ്ടും വിട്ടു തരുന്നതാണ് നമുക്ക് ജീവിതം കിട്ടുന്നത്.
അതുകൊണ്ട് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ അമാതന, മരിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ച നിനക്ക് സർവസ്തുതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കണ്ടോ? അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ അർത്ഥബോധത്തോടു കൂടി ചെല്ലുമ്പോഴാണ് സുഹൃത്തുക്കളെ, അതൊക്കെ മനസ്സ് തട്ടി ചെല്ലുമ്പോഴാണ് അള്ളാഹു ഉത്തരം നൽകുന്നത്. വെറുതെ അതായത് ഇങ്ങനെ ഒരു വായ്ത്താരിയായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. ഖൽബുല്ലാഹി, അശ്രദ്ധമായ ഒരു മനസ്സിന്ന് വരുന്ന പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്യൂല. നല്ല മനസ്സോട് കൂടി മനസ്സ് തട്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഖനാഅത്തുൽ ഖൽബ്, ഉള്ളതുകൊണ്ട് മനസ്സംതൃപ്തി അടയുക. എന്നും പരാതിയ, ഭയങ്കര ടെൻഷനാ. എന്താ ടെൻഷൻ? മരിച്ചാൽ എന്തായിപ്പോ എന്നുള്ള ടെൻഷനല്ല, പലതും വിചാരിച്ചൊന്നും നടക്കണില്ല, അതിൻ്റെ ടെൻഷനാ. പല പൊളിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഉണ്ടാക്കുന്ന വിചാരിച്ച് 10 കൊല്ലമായി നടക്കണില്ല, അതിൻ്റെ ടെൻഷൻ. മോൾക്ക് 2 പവൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, അത് നടക്കില്ല, അതിൻ്റെ ടെൻഷൻ. അങ്ങനെ ഓരോ ടെൻഷൻ, ദുനിയാവിൻ്റെ ടെൻഷനാ മനുഷ്യന് മുഴുവനും. മനസ്സിലായില്ലേ? കിട്ടിയാലും മതിയാകാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇജ്അൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത. കണ്ടോ? മുഹമ്മദിൻ്റെ കുടുംബത്തിന് കഷ്ടിച്ച് കഴിയാനുള്ള റിസ്ക് തരണേ. കടം വാങ്ങാതെയും പട്ടിണി കിടക്കാതെയും ജീവിച്ചു പോകണമെന്നൊരാഗ്രഹം എനിക്കുള്ളൂ എന്ന് വെറുതെ പറയും. നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, അത് ഉറപ്പിച്ചത് പറയണം. അങ്ങനെ കഷ്ടിച്ച് കഴിയാനുള്ളത് കിട്ടണേ എന്നാണ്. കൂത്ത് തന്നെ എന്താ അറിയോ? മായസുദ്ദു റമഖ്ന, പട്ടിണി ഇല്ലാത്ത, അങ്ങനത്തെ കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതം മാത്രമേ നമ്മൾ. തൂബാ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം വകാന ഐശുഹു കഫാഫൻ വഖനഅ. ഇസ്ലാമിലേക്ക് ഒരാൾക്ക് വഴി തെളിയുകയും ഇസ്ലാമിൽ ചേർക്കപ്പെടുകയും അയാളുടെ ജീവിതം ഉപജീവനത്തിന് മാത്രം പര്യാപ്തമായതും ഉള്ളതിൽ തൃപ്തിപ്പെടുകയായും ചെയ്താൽ അവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ അസ്ലമ വകാന റിസ്ഖുഹു കഫാഫ വഖദ് അല്ലാഹു ബിമാ അതാഹു. അതേ ആശയം ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ അങ്ങനെയാണ്. മുസ്ലിം ആവുകയും കഷ്ടിച്ചു കഴിയാനുള്ള ഉപജീവനം ലഭിക്കുകയും അള്ളാഹു നൽകിയതിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തവൻ അവൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് നമുക്കുണ്ടാകണം. എപ്പോഴും പരാതി മനുഷ്യ, നിങ്ങൾ ഈ സലഫി മുജാഹിദും കൊണ്ട് നടന്നിട്ട് നോക്കാൻ, നിങ്ങൾ അവറാരാജിൻ്റെ പൊര, അയാളെ കാറ്, അയാളെ മതിൽ, നിങ്ങൾക്ക് ഈ സലഫി തന്നെ എന്നും ഉണ്ടാവുള്ളൂ എന്ന് പറയും. ആര്? പെണ്ണുങ്ങൾ. അപ്പം ഇവൻ തരും, ശരിയാണല്ലോ, ഇപ്പോൾ കുറേ കാലമായാലും ഇത് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ലോൺ വാങ്ങി, ഇവിടുന്ന് ലോൺ വാങ്ങി, മറ്റവനോട് കടം വാങ്ങി, ഇവനോട് കടം വാങ്ങി, അവസാനം ഇവന് മുങ്ങേണ്ടി വരികയാണ്. കാരണം അവനെ കൊണ്ട് കഴിയൂല. ഇപ്പം എങ്ങനെ ഉണ്ടടി? പൊരക്ക് പൊരയായി, കാറിന് കാറായി, മതിലിന് മതിലായി, അവൾ ഹാപ്പിയായി. എത്രയാ കടന്നറിയോ? അതോള് ചിന്തിക്കൂല. നിങ്ങൾ കടം വാങ്ങിയിട്ടൊരു സാധനം ഇവിടെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ പെണ്ണാ നല്ല പെണ്ണ്. കാരണം എന്താ? കടത്തിൻ്റെ ഗൗരവം അത്ര ഉണ്ട്. ആദ്യ കാലത്ത് മയ്യത്ത് കൊണ്ടെന്ന റസൂല് പറയും, നിങ്ങൾ നിസ്കരിച്ചോളീ. നബി നിസ്കരിക്കൂല, മാറി നിൽക്കും. കടലിലൊന്ന് മയ്യത്ത് നിസ്കരിക്കും. പിന്നെ അവസാനം ബൈത്തുൽ മാലിൽ പണം വന്നപ്പോൾ പൊത്തുങ്ങൾ ഒരിച്ചെടുത്തോളും, കടം ബൈത്തുൽ മാലിൽ നിന്ന് ഞാൻ വീട്ടോളും. അതാണ് നമ്മൾ അയസനിപ്പം എന്തിനു കൊണ്ടെന്ന്? കടം വന്നാൽ ഫദൂനി എന്നെ വിളിച്ചോളി എന്ന് പറഞ്ഞേ കേട്ടില്ല നിങ്ങൾ ഒമാൻ സംവാദത്തിൽ? കണ്ടോ? അപ്പം അന്ന് മുസ്ലിം ഉമ്മത്തിനുണ്ടായിരുന്ന ഒരു സ്വസ്ഥത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ മരിച്ചാൽ എൻ്റെ കടം ബൈത്തുൽ മാൽ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ തൊട്ടിനും പിടിച്ചതിനൊക്കെ കടം വാങ്ങണ കൂട്ടരല്ല അവർ. കടത്തെ നബിക്ക് വല്ലാതെ പേടിയുണ്ടായിരുന്നു. കടത്തുനിന്ന് രക്ഷപ്പെടാൻ നിസ്കാരത്തിൽ വരെ നിസ്കാരം അത്തഹിയ്യാത്തിൻ്റെ അവസാനം അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി, കുറ്റകൃത്യങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തിനാ അത്ര അധികമായി നിങ്ങൾ ഈ കടത്തുനിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കുന്നത് നബിയേ? റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്ന റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ, മനുഷ്യൻ കടബാധിതനായി കഴിഞ്ഞാൽ അവൻ സംസാരിച്ച കളവ് വരേണ്ടി വരും. കാര്യം നേടാൻ വേണ്ടി ഇപ്പോൾ പൈസ വേണം, എന്താ ഇപ്പം ചെയ്യുക? മോമൂട്ടിൻ്റെയൊക്കെ വാടക കൊടുക്കാനുള്ള 300 റിയാൽ എന്തായാലും ഉണ്ടാവും, പോവുക. പഹയ അത് 31-ാം തീയതി കൊടുക്കണ്ടേ, അത് 30-ാം തീയതി കൊടുക്കാന്നാണ് പറയിച്ച് പോര്. സൽക്കാരം ഇപ്പോൾ കാര്യം നടക്കട്ടെ, 30-ാം തീയതി കൊടുക്കാൻ ഇല്ലാന്ന് ഓനറിയാം. എന്നിട്ട് സാധുവിനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാണ്, 31-ാം തീയതി 1-ാം തീയതി 2-ാം തീയതി വാടക കൊടുത്താൽ പോരെ, 30-ാം തീയതി ഉണ്ടോ എൻ്റെ പൈസ തന്നിരിക്കും. പച്ച നുണയി പറയണത്. തൽക്കാലം ഇങ്ങോട്ട് കിട്ടണം, അതിനൊരു നുണ. പിന്നെന്താ പണിയറിയാം? 30-ാം തീയതി ഫോൺ ഓഫ് ആക്കുക, എവിടെ വിളിച്ചാലും കിട്ടൂല. അന്ന് 30 അല്ല, ഇനിയിപ്പോൾ നാളെ കിട്ടിയായിരിക്കും. ഇനിയിപ്പോൾ ആ ഫോൺ ഒന്നുകൂടി ക്ഷമിച്ച് ഒന്നായി
രണ്ടാം തീയതി കഫീൽ വന്ന് മുട്ടും, ബിൽഡിങ്ങേരം വന്ന് മുട്ടും. അപ്പോഴത്തേന് ബേജാറായി. പിന്നെ ഇപ്പം എവിടെയാണ് പോണത്? അവർക്ക് ഓൻ എവിടെയാ ബസ് കത്തിക്കൽ, ഓൻ്റെ പെണ്ണുങ്ങളെ പേര് എവിടെയാണ്, ഇത് തിരഞ്ഞെടുക്കുക. അവനാൻ്റെ കീസിലുള്ള പൈസ എടുത്ത് കൊടുത്തിട്ടേ. എന്നിട്ട് പിന്നെ നോണ, അല്ലാ ഞാൻ മറന്നു പോയിട്ടെന്നറി ഒരു നോണ. ആദ്യം നോണേ പറഞ്ഞത്, പിന്നെ നോണ മാലയാണ്. കണ്ടോ? അപ്പൊ വാക്ക് ലംഘിച്ചു, നോണ പറഞ്ഞു. ഇത് രണ്ടും ആരുടെ സ്വഭാവ? മുനാഫിക്കിന്റെ സ്വഭാവം. ലായത്തുൽ മുനാഫിക്ക് സലാസ്. സഹോദരിമാർ മനസ്സിലാക്കിക്കോ, പല ഭർത്താക്കന്മാർ നിങ്ങളാ കടക്കണിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് സ്റ്റാറ്റസ് പോരാ, പെണ്ണുങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് പോരാ. എന്നോട് പുതിയ പെണ്ണെ കൊണ്ട് കടം വാങ്ങിപ്പിക്കുക. പല പെണ്ണുങ്ങൾ 55 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാ ഞാമിനോ ഞാൻ വരികയാണ്, 55 കൊല്ലായില്ലേ, നിങ്ങൾ വന്നിട്ട് എന്താ കാട്ടി ഇവിടെന്നാ അടുത്ത ചോദ്യോളം കിട്ട്. ഇവൻ ഏതായാലും കുറേ കാലം വീട്ടിൽ നിന്ന് വിട്ടുന്നല്ലേ, ഇനി ഒന്ന് വീട്ടിൽ പോകാന്ന് വിചാരിച്ച 55 വയസ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോവുക. നിങ്ങൾ വന്നിട്ട് എന്താ കാട്ടുക? നോൾക്ക് ബലസാൻ റിയാലുമാർ ഇവിടെ നിന്ന് എത്തൂല. അതുതന്നെ പൈസ മാത്രം മതി പെണ്ണുക്ക്. അങ്ങനത്തെ എത്ര പെണ്ണുങ്ങളുണ്ട് അറിയോ? അപ്പോൾ അതുകൊണ്ട് കടത്ത നല്ല പേടി നമുക്കൊക്കെ ഉണ്ടാകണം. ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവർക്ക് കടം കൊണ്ട് വലയുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് കടം വന്നാൽ നുണ പറയേണ്ടി വരും, കടം വന്നാൽ വാക്ക് ലംഘിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കടത്തിന് ഞാൻ ഏറ്റു തേടുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൻ്റെ ഗൗരവമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മരണത്തെ ഓർക്കുന്നവർക്കുള്ള മറ്റൊരു സ്വഭാവം തന്നെ നശാത്തുൽ ഇബാദ. ഇബാദത്തുകൾക്ക് നല്ല ഉത്സാഹം ഉണ്ടാവും. നമുക്ക് ഉത്സാഹം ഉണ്ടോ? സുബയ്യൊക്കെ ഉണ്ടായിരുന്നു നിസ്കാരം അല്ലേ? കോട്ടാവി നിസ്കരിക്കാൻ നിന്നാൽ തുടങ്ങി കോട്ടാവി, തീരോളം കോട്ടാവിയാ. അതിൽ ശൈത്താനിയത്താ. തസാഉബു മിനശ് ശൈത്താൻ. കോട്ടാവി ശൈത്താൻ എന്നുള്ളതാണ്. ഫൈദാ തസാഅബ അഹദുകും ഫിസ്സലാഹ് ഫൽയഖ്ലിം മസ്തതാ. നിസ്കാരത്തിൽ കോട്ടായി വന്നാൽ അവൻ കൈയ്യന്നത്ര അമർത്തിക്കൊള്ളട്ടെ. വലാ യഅവി, അവൻ ഓരിയിടരുത്. നായ ഓരിടുന്നതിനാണ് എന്ത് പറയാ, അവാ എന്നുള്ള വാക്ക്. അങ്ങനെയാണല്ലോ എന്നറിയാം. കണ്ടിട്ടില്ലേ നിസ്കരിക്കാൻ? എന്നാൽ പിന്നെ അടുത്ത കോട്ടാവി. ഇതിങ്ങനെ തീരോളം കോട്ടാവിയാ, ഒരു ഉത്സാഹമല്ല. മുനാഫിക്കിന്റെ നിസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? വൈദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ നമസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിക്കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കും. ജനങ്ങളെ കാണിക്കാനാണ് അവർ നമസ്കരിക്കുന്നത്. അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ അവർ ഓർക്കുന്നുള്ളൂ. നമസ്കാരത്തിൻ്റെ ജീവൻ അത് ദിക്റുള്ളയാണ്. അതുണ്ടാവില്ല. ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഇങ്ങനെ പൊന്തും, പിന്നെ കുറെ കാലം ഇങ്ങനെക്കും, പിന്നെ കുറെ ഇങ്ങനെക്കും. ഇങ്ങനെ കെട്ടിയ കഴിഞ്ഞ് പോന്ന് ഇങ്ങനെ റുക്കൂക്കടെത്തുക. ഇതൊക്കെയാ കാട്ടുന്നത്. ആണ് ഒപ്പിക്കൽ തന്നെ. ഒരു ശ്രദ്ധയില്ല നിസ്കാരത്തിന്. പള്ളിയിൽ പോകുമ്പോൾ രാവിലത്തെ ആ കിടക്കപ്പായത്തതും എന്നിട്ട് ആ മണവും പല്ലും കൂടി തേച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ആക്കിയിട്ട് വേഗം പോയി. എന്താ ഒരു നിസ്കാരത്തിൽ എത്ര ഗൗരവമുള്ള ഒരു ഇബാദത്താ അത്. അള്ളാൻ്റെ മുമ്പിൽ നിൽക്കായി എന്തെല്ലാം പറഞ്ഞിട്ട് റസൂൽ. അതൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത മനുഷ്യന്മാർ. അങ്ങനെ ഒരു ചടങ്ങ് തീർക്കല്. ഒന്നുണ്ടാക്കുമ്പോൾ നനേൻ്റെ അടുത്ത് നനയില്ല, എല്ലാ കാര്യത്തിലും. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, നശാത്തുൽ ഇബാദ, ഇബാദത്തിനൊരു ഉത്സാഹം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് പറയാ, ബിലാൽ അഖിമിസ് സ്വലാത്ത് അരിഹ്നാ ബിഹാ. ബിലാലെ വൈ ഇഖാമത്ത് കൊടുക്കുക, നമുക്ക് റാഹത്തും ഉണ്ടാകും. കണ്ടോ നിസ്കാരത്തിൻ്റെ ഒരു ആവേശ. കാന ഇദാ അഹമ്മഹു ശൈഉൻ അഅദ ഇല സ്വലാഹ്. റസൂലുള്ളാഹിക്ക് വല്ല ഹമ്മുണ്ടായാൽ, ഹമ്മെന്ന മനോവിഷമുണ്ടായാൽ നമസ്കാരത്തിൽ അഭയം തേടും. നമുക്ക് മനോവിഷമുണ്ടായാൽ പിന്നെ നിസ്കരിക്കാൻ തന്നെ കഴിയൂല. എന്താടാ പള്ളിക്ക് കണ്ടില്ല, ഒന്നും പറയണ്ട, പെണ്ണുങ്ങളെ കോള് വന്ന് ഇന്നിഎന്താ നിസ്കാരമൊക്കെ കണക്ക് തന്നെ, ഒന്നും ശരിയാവില്ല. നബിക്കോ ഹമ്മുണ്ടായാൽ വേഗം 1-2 സുന്നത്ത് നിസ്കരിക്കും. ഹമ്മ് തീർക്കാനുള്ള അത്താണിയാണ്, മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയായി ഇബാദത്ത്. കണ്ട നമ്മളെ നിസ്കാരം റസൂലിൻ്റെ നിസ്കാരം തമ്മിലുള്ള വ്യത്യാസം. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിലേക്ക് സഹായം തേടുവീൻ. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് വളരെ ഭാരമേറിയതാണ് ഭയഭക്തി ഇല്ലാത്തവർക്ക്. നിസ്കാരം വലിയ ലോഡാ ചില ആളുകൾക്ക്. ഇനിയിപ്പോണ്ട് രക്ഷ 4 റക്അത്ത് നിസ്കരിച്ച് കിട്ടണം. കാരണം എന്താ, ഹോട്ടലിൽ കയറി അജാതി അടിച്ചിരിക്കണതേ. ജോലി ചെയ്ത് കുഴങ്ങി വന്ന നല്ല ഭക്ഷണം കഴിച്ച് പിന്നുണ്ട് റൂമിൽ എത്തിയിട്ട് അങ്ങോട്ട് വീടല്ല പനത്തടി വെട്ടിട്ട പോലെ.
അപ്പം അതിനിടയിൽ ആ യശവന് വലിയ ലോഡാ. മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് കിടക്കട്ടെ, കുറച്ചെന്നെ എണീക്കാന്ന്. യശക്കരിക്കുന്നതിന് മുമ്പ് കിടക്കാൻ തന്നെ പാടില്ല എന്നാണ് റസൂലിൻ്റെ ഓർഡർ. യശ നിസ്കരിക്കുന്നതിന് മുമ്പ് കിടക്കുന്നവരെയും യശ കഴിഞ്ഞിട്ട് അനാവശ്യമായി സംസാരിച്ചിരിക്കുന്നവരെയും റസൂൽ വെറുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് സ്വഭാവമുണ്ട് അല്ലേ? നമ്മളെ വർത്താനം തുടങ്ങലെന്നെ 10 മണി, എല്ലാവരും റൂമിൽ കാണുക അപ്പോഴല്ലേ. മറ്റേ രാവിലെ ഓരോരുത്തരും പോയി ഒക്കെപ്പാട് ഒത്തുകൂടൽ 10-11 മണിക്ക് ശേഷം. അപ്പം അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മരണത്തെ മറന്ന ആളുകൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 3 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് നബി പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ ദഖാഖ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തസ്വീഫ് തൗബ നീട്ടിവെക്കും. പിന്നെ ആകാലോ, പിന്നെ അല്ല ഇപ്പം തന്നെ ഇപ്പോൾ കുറച്ചിങ്ങനെയാണ് പോട്ടെ, ഇതിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ഒരു ഇപ്പം തന്നെ ഇങ്ങോട്ട് വലിയ മുറുക്കി പിടിച്ച് തക്കവീൻ ടൈറ്റും ആയ അവൾ കുറച്ചൊക്കെ ഒന്ന് എന്ന് കണ്ട് ഇങ്ങനെ നീട്ടിവെച്ച് തെറ്റുകൾ അങ്ങനെ പോകും. അവർ 10 ഇങ്ങനെ പോകണം, 5 നിൽക്കരിക്കുക, ജുമയൊക്കെ പോകുക, വലിയ നോണൊന്നും പറയാതിരിക്കുക. അങ്ങനെയാണ് പോയാൽ മതി എന്നിട്ട് ഒരുപാട് തെറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിൽ. മുഅ്മിന്റെ സ്വഭാവം ബലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മരണത്തെ മറഞ്ഞവർ തൗബ നീട്ടിവെക്കും. മരിക്കാന്ന് ഉറപ്പാകുമ്പോഴാണ് പിന്നെ തൗബ നിശ്ചയിച്ചത് ആർക്കല്ല? സൂറത്ത് നിസായിലെ വചനം കേട്ടോ, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഫഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമാ. തൗബ നിശ്ചയിച്ചത് യാതൊരു കൂട്ടർക്ക് വേണ്ടിയല്ല, അവർ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം മരണം ഹാസന്നമായി കഴിഞ്ഞാൽ അവൻ പറയും ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു. അപ്പം എല്ലാവരും തൗബയും. ഫിർഔനൊക്കെ തൗബ ചെയ്തില്ലേ? വെള്ളം കണ്ട് കുടിച്ച് വീർത്തപ്പോൾ പറയാണ് ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ വിശ്വസിച്ച അല്ലാതെ വേറെ ഇലാഹില്ലെന്ന് ഞാനിതാ വിശ്വാസം കൊണ്ടിരിക്കുന്നു, ഈമാൻ കൊണ്ടിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ അള്ളാഹ്ക്ക് സമർപ്പിച്ചവനായിരിക്കുന്നു. അള്ളാഹിന്റെ ചോദ്യം അൽ ആൻ, പള ഈമാൻ കൊള്ളണേ, കണ്ടില്ലേ? അപ്പൊ ഏത് ഫിർഔനും അപ്പ തൗബയും കാര്യമില്ല, അവർക്ക് വേണ്ടി അല്ല തൗബ നിശ്ചയിച്ചത്. വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫിറുകളായിക്കൊണ്ട് മരിക്കുന്നവർ അല്ല തൗബ നിശ്ചയിച്ചിട്ടത്. അവർക്ക് അല്ലാഹു വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ ഓതിയ മുനാഫിഖുന്റെ ബാക്കിയായതാ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ പണം ചെലവഴിച്ചോളി, സമ്പത്ത് ചെലവഴിച്ചോളി. കാരണം എന്താ? മരണം വന്നു കഴിഞ്ഞാൽ വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. മരണം ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ വെച്ച് മനുഷ്യൻ പറയും, കുറച്ചാലും കൂടി എന്നെ നീട്ടിയിട്ടാൽ ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തിക്കോളാം അല്ലേ? അങ്ങനെ ഉറപ്പാകുമ്പോൾ മറ്റേ തിങ്ങാനൊക്കെ കൊടുക്കണം, ഇത് കൊടുക്കണം, അതിന്നൊക്കെ രക്ഷപ്പെട്ട് മൂപ്പര് ശരിയെ വാപ്പ അന്ന് എന്തോ അത്തും പുത്തും പറഞ്ഞായിരിക്കും. അത് ബാപ്പ മരിച്ചാന്ന് ഉറപ്പിച്ച് പറഞ്ഞതാ. മക്കളെ അതിന് തഫ്സീർ കൊടുക്കാണ്. ബാപ്പാക്ക് ഒരു ഹാല് മാറിയപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. എന്നാ പിന്നെ കൊടുക്കണ്ടല്ലോ, ബലിക്ക് കിട്ടുന്ന സ്വത്താളെ പോയി പോണേ. കണ്ടോ, 3-1 വസിയത്ത് കൊടുക്കാൻ കുടിക്കൂല. അപ്പോൾ മരിക്കുന്ന ഉറപ്പായിട്ട് അപ്പം ചിലവാക്കാൻ തീരുമാനിച്ചിട്ട് കാര്യമല്ല, അതിന് മുമ്പ് ചിലവാക്കണം. നമ്മളെ പണം എന്ന് പറഞ്ഞത് മരിക്കണീന് മുമ്പുള്ളതാണ്. മരിച്ചാൽ ആരെ പണമായി കഴിഞ്ഞു? അനന്തരാവകാശികളുടെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഓർമ്മ വേണം. പിന്നെ 3-ാമത്തെ കാര്യം വതകാസുൽ അനിൽ ഇബാദ, ഇബാദത്തുകൾക്ക് വമ്പിച്ച അലസത. പല ആളുകളുടെയും അവസ്ഥ അതാണ്. ആ ഇബാദത്തുകളെ കാര്യത്തിൽ മുനാഫിക്കീങ്ങളെ പറ്റി പറഞ്ഞൊരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള ജമാഅത്ത് നിസ്കാരം ഏതാ അറിയോ? ഇശാന്റെ ജമാഅത്തും സുബഹിന്റെ ജമാഅത്തും അല്ലേ? അപ്പം നമ്മൾ മുനാഫിക്കാണോ അല്ലേ നടക്കാനുള്ള ഒരു മാനദണ്ഡം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചാണ്, ഒരു അളവുകോൽ. നമുക്ക് നമ്മളളക്കാൻ നമുക്ക് ഭാരം തോന്നുന്നുണ്ടോ? കുറേശ്ശെ നിഫാക്ക് വരുന്നതെന്ന് അർത്ഥം. അതിന്റെ ബാക്കി എന്താ അറിയോ? ലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ. അതിലുള്ള പുണ്യം അവരറിഞ്ഞിരുന്നുവെങ്കിൽ, മുട്ടുകുത്തി അയഞ്ഞ് നടക്കാൻ വയ്യെങ്കിൽ മുട്ടുകുത്തി അയഞ്ഞിട്ടെങ്കിലും അവരതിന് വരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ 3 കാര്യം തൗബ നീട്ടിവെക്കാതിരിക്കുക. പെട്ടെന്ന് തൗബ ചെയ്യുക.
ഉള്ളതിൽ തൃപ്തിപ്പെടുക. ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്ത് വേണമെന്നറിയോ? നമ്മൾ താഴത്തേക്ക് നോക്കാൻ ശീലിക്കണം. സമ്പത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും കാര്യത്തിൽ നമ്മളെപ്പോഴും നോക്കിയെന്താ? മേലക്കാ നോക്കുക അല്ലേ? അങ്ങനെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും പരാതി, പഠിച്ചോനെ എനിക്ക് തന്നില്ലല്ലോ, ഈ തന്നില്ലല്ലോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര ഇതായിരുന്നു എന്ന് പറയും. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന 10,000 ലോകത്തുണ്ട്. അവരെ പറ്റി ചിന്തിച്ചാൽ അൽഹംദുലില്ലാഹ് എനിക്കൊരു വീടുണ്ടല്ലോ, എനിക്ക് അസുഖങ്ങളൊന്നുമില്ലല്ലോ, എനിക്കും എൻ്റെ കുട്ടികൾക്കും. അങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന എന്തെല്ലാം നിഅമത്ത്. അതിനെന്ത് വേണം? താഴേക്ക് നോക്കണം. ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? താഴേക്ക് നോക്കും. അലവലാദിനെ നോക്കിയിട്ട് ഞാൻ തരക്കടില്ല എന്ന് വിചാരിക്കും. ദുനിയാവിൻ്റെ കാര്യത്തിൽ മേപ്പിട്ട് നോക്കൂ, അള്ളാഹു അയാൾക്ക് എന്തെല്ലാം കൊടുത്ത് 10 കൊല്ലം തേഞ്ഞില്ല, അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി ഇവിടെ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ടെൻഷനാ. കണ്ടോ? ഉൻളുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ മീതെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക. അതിൻ്റെ വാക്യം എന്താ അറിയോ? ഹുവ അജ്ദർ, അതാണ് ഏറ്റവും യോജിച്ചത്. അല്ലാ തസ്ദറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നിസാരമായി കാണാതിരിക്കാൻ ഏറ്റവും യോജിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എനിക്ക് അല്ല ഒന്നും തന്നിട്ടില്ല, പഹയൻ എന്തെല്ലാം കൊടുത്ത്, ഞാൻ അങ്ങനെ നിക്കരിക്കണേ ഒന്നും കിട്ടുന്നില്ല എന്ന് ഒരു തരം നിഷേധഭാവം നമുക്ക് വരും. ഖലാഖദറിലെ വിശ്വാസം വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കും നമ്മുടെ കുടുംബത്തിനുണ്ടാകണം. കുടുംബത്തിനില്ലെങ്കിൽ നമുക്കൊരാൾക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ നിലക്ക് നമുക്ക് ഈ 3 സ്വഭാവം നമുക്കുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ഓർക്കുന്ന ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖബർ സന്ദർശിക്കുവാൻ, അതുപോലെ തന്നെ രോഗം സന്ദർശിക്കുവാൻ, മരിച്ചാൽ മയ്യത്തിൻ്റെ കൂടെ പോകുവാൻ, ഇതൊക്കെ നമുക്ക് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. പിന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ട ദുആ ദിക്റുകളും എണീക്കുമ്പോഴുള്ള ദിക്ർ, അതൊക്കെ മരണത്തെ നിത്യേന ഓർമ്മിപ്പിക്കുന്ന ദുആ ദിക്റുകളാണ്. അങ്ങനെ മരണത്തെ ഓർക്കുന്ന, മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന നല്ലവരായ മുഅ്മിനുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ വരാനും ഇങ്ങനൊന്ന് ഒരുമിച്ച് കൂടാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നലെ ഒമാനിൽ ക്ലാസ് എടുത്ത് രാത്രി 3 മണിക്ക് തുടങ്ങിയ യാത്ര, അൽഹംദുലില്ലാഹ് ഇവിടെ എത്തി. ഒരു പ്രശ്നമൊന്നുമില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഒന്ന് കുളിച്ചത് റെഡി. അൽഹംദുലില്ലാഹ് എല്ലാവരെയും കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ, ദീനിൻ്റെ പേരിൽ നമ്മൾ ഒരുമിച്ചുള്ള ഇരുത്തം ഒരു സാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. അത് ഇന്നത്തേക്കാൾ മോശമാണ്, നാളത്തേക്കാൾ മോശമാണ്, മറ്റൊന്ന്, അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫിത്തനകളും കുഴപ്പങ്ങളും വരുമ്പോൾ കൂടുതൽ നാം ജാഗ്രതയുള്ളവരായിരിക്കുക. വണ്ടി 50-ലും 40-ലും ഓടിക്കുമ്പോൾ ഡ്രൈവർ കുറച്ചൊക്കെ പാട്ടും പാടിയൊക്കെ പോകാം. ഒരു 100-120 കഴിഞ്ഞ് 200-ക്കൊക്കെ എത്തുമ്പോൾ വളരെ ജാഗ്രത വേണം. എന്നതുപോലെ ഫിത്തനകളും ഫസാദുകളും കൂടുമ്പോൾ കൂടുതൽ നമ്മളെക്കുറിച്ച് ജാഗ്രത. അങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കുവാനും ആലോചിക്കുവാനും ജാഗ്രതയോടെ ജീവിക്കുവാനും പിശാചിൻ്റെ കെണികളെക്കുറിച്ചുള്ള എപ്പോഴുമുള്ള ഓർമ്മ നമുക്ക് വേണം. പിശാച് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് നമ്മളെ നശിപ്പിക്കാൻ. പടച്ചോൻ ചോദിക്കുന്നത് കേട്ടില്ല, അല മഅഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദവ്വുൻ മുബീൻ. ആദമിൻ്റെ മക്കളെ, നിങ്ങളോട് ഞാൻ അനുശാസിച്ചിട്ടില്ലായിരുന്നോ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്? അവൻ നിങ്ങളെ പ്രത്യക്ഷ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. എന്നിട്ട് നിങ്ങൾ ഒരുപാട് തലമുറയിൽ അവൻ വഴി തെറ്റിച്ച് കളഞ്ഞല്ലോ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല മനുഷ്യന്മാരെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ വലിയ ബുദ്ധിജീവികളായിരിക്കും. ഏത് ബുദ്ധിജീവിയെയും വീഴ്ത്തുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അവൻ്റെ അടുത്തുണ്ട്. ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ. പിശാചിൻ്റെ കുതന്ത്രം ദുർബലമാണ്. ആ ദുർബലമായ കുതന്ത്രം വെച്ചിട്ട് തന്നെയാണ് ആദമിൻ്റെ മക്കളിൽ ഭൂരിഭാഗത്തെയും പഴപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ആരും പിശാചിന് വലുപ്പമില്ല. ആദം നബിയെ തെറ്റിച്ച രീതി ഓർമ്മല്ലേ നമുക്ക്? എന്തെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു ആദം നബിനോട് കാക്കിയത്? എന്താ ആദം നബിക്ക് പറ്റിയത്? ഒന്നും കിട്ടാതെ വിശന്നിട്ട് വേറെ ഒന്നും തിന്നാലായിട്ട് ആ മരത്തിൻ്റെ കനിയുന്നതാ? എല്ലാം ഉണ്ട് അവിടെ, സ്വർഗ്ഗാണ് അവിടെ. ഇഷ്ടം പോലെ നീയും നിൻ്റെ ഭാര്യ ഹവ്വയും തിന്നോ കുടിച്ചോ, ഒരൊറ്റ മരത്തിൻ്റെ തിന്നരുത് കേട്ടോ. അവിടെ തന്നെ പിടിച്ചു പിശാചി. ആദമേ, നിനക്കറിയോ
നീ അതിൻ്റെ മരത്തിൻ്റെ കനി തിന്നണ്ടെന്ന് അള്ള പറഞ്ഞെന്തിനാരോ, അത് തിന്നാൽ പിന്നെ നിനക്ക് മരണമല്ല, നിത്യജീവിതത്തിൻ്റെ മരം അത്. അതിൻ്റെ കായ് തിന്നാൽ പിന്നെ ജീവന, പിന്നെ മരിക്കൂല. അപ്പം പിന്നെ നിന്നെ മാത്രമല്ല, ആ മരത്തിൻ്റെ കനി തിന്നാൽ ഈ ഇപ്പം നിനക്കുള്ള ആധിപത്യം അധികാരമുണ്ടല്ലോ അത് നഷ്ടപ്പെടില്ല. അത് പറഞ്ഞിട്ടാ അധികാരം പറഞ്ഞാൽ പ്രലോഭിപ്പിച്ച് പിശാചി ഒന്നാമത്തെ മനുഷ്യനെ. ആ വാക്യതാന്നറിയോ? സൂറത്ത് താഹയിൽ ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ, ശാശ്വത ജീവിതത്തിൻ്റെ ഒരു മരം, നിലച്ചു പോകാത്ത നശിച്ചു പോകാത്ത ഒരാധിപത്യം, അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് അറിവ് തരട്ടെയോ ആദമേന. അതിലാണ് നമ്മളെ വല്യപ്പോൾ വീണുപോയത്, ആദം നബി വീണുപോയത്. അപ്പം ആരെയും വീഴ്ത്താൻ പിശാചി ശ്രമിക്കും. അതുകൊണ്ട് ആ ജാഗ്രത നമുക്കുണ്ടാകണം. ആ ജാഗ്രത എത്ര കണ്ടുണ്ടോ അത്ര നമുക്ക് തഖ്വ ഉണ്ടാകും. ആ ജാഗ്രത വിട്ടാൽ നാം തഖ്വയിൽ നിന്ന് വ്യതിചലിച്ചു പോകും. നമ്മളെ സിറാത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തുൽ മുസ്തഖീമും പിശാചിൻ്റെ മാർഗങ്ങളും വരച്ച് കാണിച്ചത് നബി ശരിക്കും ഒരൊറ്റ നേർവര വരച്ചു. എന്നിട്ട് പറഞ്ഞു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ഇതാകുന്നു എൻ്റെ മാർഗം, വളവില്ലാത്ത മാർഗം, അതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, കുറച്ച് താഴേക്ക് ചെറിയ വരകൾ മേലേക്കും ചെറിയ വരകൾ ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഇതാണ് പിശാചിൻ്റെ വഴികൾ, അത് നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, ആ ഓരോ വഴിയിലും ഓരോ പിശാചിരുന്ന് സിറാത്ത് മുസ്തഖീമിൽ കൂടെ നിങ്ങളെ മാടി വിളിച്ച് അതിലേക്ക് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ഈ യഥാർത്ഥ വഴി വിട്ട് നിങ്ങളെ തെറ്റിച്ച് കളയും. ദാലികും വസ്സാകും ബിഹി, അതാകുന്നു അള്ളാഹു നിങ്ങളോട് തരാനുള്ള വസിയത്ത്. അതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കാൻ വലിയ പ്രയാസമുണ്ട്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്റെ അടിമകൾ പ്രവേശിച്ചാൽ ഞാൻ അവിടെ കുത്തിയിരിക്കും. ആര് പറഞ്ഞതാ? ശൈത്താൻ പറഞ്ഞ ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, നിന്റെ അടിമകൾക്ക് വേണ്ടി സിറാത്തുൽ മുസ്തഖീം ഞാൻ കുത്തിയിരിക്കും. സുമ്മ ലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, മുമ്പിലൂടെയും പിന്നിലൂടെയും ഞാൻ അവരെ സമീപിക്കും. വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, ഇടത്തും വലത്തും ഞാൻ അവരെ സമീപിക്കും. നാനാവിധത്തിലൂടെയും ഞാൻ അവരെ സമീപിച്ചിട്ട് വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ അധികം ആളുകളെയും ഭൂരിപക്ഷത്തെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി കണ്ടെത്താൻ നിനക്ക് കഴിയില്ല പടച്ചോനേന്ന് പടച്ചോനോട് വെല്ലുവിളിച്ചു പോന്നോനാ ശൈത്താന്. അല്ല എന്താണ് കിട്ടാവുന്നവരൊക്കെ പിടിച്ചടോ, നീ പിടിച്ചോളിയും കൊണ്ട് ഞാൻ നരകം നിറക്കും എന്ന് പറഞ്ഞ് സർവതന്ത്ര സ്വതന്ത്രനായി അള്ളാഹു ശൈത്താൻ അവിടെ വിട്ടിരിക്കുകയാണ്. എന്നും നബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പത്ത സൂറത്തുൽ മുഅ്മിനീനുണ്ട്. എന്താ? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. വഖുൽ, നബിയെ പറയുക, റബ്ബി, എൻ്റെ റബ്ബി, അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, നബിനോടായി പറയിപ്പിക്കണം. അല്ലാ പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും ദുരുപദേശങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. റബ്ബി അൻ യഹ്ദുറൂൻ, ആ പിശാചുക്കൾ എൻ്റെ അടുക്കൽ ഹാളിറാകുന്നതിൽ നിന്ന്. അവർക്ക് ഹാളിർ ഇപ്പോഴും അവർക്ക് തിരിഞ്ഞില്ല. എല്ലാ ദിവസവും ഹാളിറാണിനെ പറ്റി, പിശാച് എൻ്റെ അടുക്കൽ ഹാളിറാണിനെ പറ്റി അള്ളാഹിനോട് രക്ഷ ചോദിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് മുഅ്മിനൂനിൽ. നബിയോട് പറയാം വഖുൽ, നീ പറഞ്ഞു കൊടുക്കണം. അപ്പം നിത്യവും പറയേണ്ടതാണ് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നിങ്ങൾക്ക് നോക്ക്, നിസ്കാരത്തിന് ശേഷം ചില 3 സൂറത്ത് അല്ലേ, ഒരു സൂറത്തുൻ നാസ്, ശൈത്താനിൽ രക്ഷ തേടി പ്രാർത്ഥിക്കല്ലേ. ഒരു ദിവസം 5 നേരം അത് ചൊല്ലണം. അത് രാവിലെയും മഗ്‌രിബിന് ശേഷം അല്ലേ 3 വട്ടം ചൊല്ലണം. മഗ്‌രിബിന് തൊട്ട് മുമ്പാണെന്ന് ചില റിവായത്തുകളുണ്ട്. ഏതായാലും രാവിലെയും വൈകുന്നേരം സുബഹിക്ക് ശേഷം വൈകുന്നേരത്തും 3 വട്ടം ചൊല്ലണം ഈ സൂറത്തുകൾ. അപ്പോൾ എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചുള്ള നിതാന്ത ജാഗ്രത നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ ജാഗ്രത നിലനിർത്തുവാൻ ഇത്തരത്തിലുള്ള ക്ലാസുകൾ നമുക്ക് ഉപകാരപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ജീവിത തിരക്കുകൾക്കിടയിൽ മറ്റെല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച് ഇത്തരം ക്ലാസുകൾക്ക് വേണ്ടിയും സംരംഭങ്ങൾക്ക് വേണ്ടിയും നാം ഒഴിഞ്ഞിരുന്നാൽ നമ്മുടെ പരലോകത്തിന് ഉപകാരപ്രദമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر من نصر الدين وخذل من خذل الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.